എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ ഒരുപാടുണ്ട്, നമുക്കൊന്നൊന്നായി പരിശോധിക്കാം. അതുകൂടാതെ നമ്മുടെ തിരുട്ട് ഗ്രാമത്തിൽ നമ്മുടെ കുറുവ തൊഴിലാളികൾ മോഷ്ടാക്കളാണ്, അവരെ തേടിയുള്ള അന്വേഷണവും ഇന്നുണ്ട്, ഇന്ന് രാത്രി 9:30 മണിക്ക്. അപ്പോൾ അതുപോലെ പെൻഷൻ പ്രായം കൂട്ടുന്നില്ല എന്ന നിലപാട് കൂടി വന്നു. അങ്ങനെ കുറേ അധികം വാർത്തകൾ ഇന്ന് വരുന്നുണ്ട്. മാത്രമല്ല BJP സംസ്ഥാന അധ്യക്ഷനെ മാറ്റേണ്ട എന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ വാർത്തകൾ കൊണ്ട് സമ്പന്നമാണ് ഈ രാത്രി. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടങ്ങുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നിങ്ങൾക്കറിയാം, ഇന്നലെ നമ്മൾ ഈ പ്രൈം ടൈമിൻ്റെ അവസാനമാണ് ഈ കുറുവാ സംഘത്തെ തേടിയുള്ള യാത്രയുടെ, അത് സാഹസിക യാത്രയുടെ ഒരു പരമ്പര കാണിച്ചു തന്നത്. ആ പരമ്പര ഇന്നും തുടരുകയാണ്. അത്യന്തം അപകടം നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് അവരുടെ യാത്ര. വിഷ്ണു സുരേഷും ശ്യാംകുമാറും തമിഴ്നാട്ടിലെ രാംജി നഗർ കോളനി. ഈ കോളനി എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ കയറി ചെല്ലുക അത്ര എളുപ്പമല്ല. കയറി ചെന്നാൽ ചിലപ്പോൾ കയറി ചെന്ന പോലെ ഇറങ്ങിപ്പോകാനും കഴിയില്ല. എന്തായാലും ഈ വാർത്താ സംഘം അവിടെ എത്തി. കാരണം കേരളത്തിൻ്റെ രാവുകളെയൊക്കെ തന്നെ നിദ്രാവിഹീനമാക്കുന്ന രീതിയിലുള്ള പൊല്ലാപ്പുകൾ ഒപ്പിക്കുന്ന ഈ മോഷണ സംഘത്തിൻ്റെ എന്താണ് അവിടെ അടിവേരികളെന്നറിയാൻ വേണ്ടി നടത്തിയ അന്വേഷണമാണ്. പോലീസിന് പോലും കടന്നെത്താൻ കഴിയാത്ത ഒരു ഇടമായിട്ടാണ് ഈ രാംജി നഗർ കോളനി വിശേഷിപ്പിക്കുന്നത്. ആ സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. ഇന്ന് രാത്രി 9:30 മണിക്കാണ് ഇതിൻ്റെ സംപ്രേഷണം. ഇവിടേക്ക് യാത്ര ചെയ്ത വിഷ്ണു സുരേഷും ശ്യാംകുമാറും എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് ഈവനിങ്, നമസ്കാരം. യഥാർത്ഥത്തിൽ നിങ്ങളെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ രാംജി നഗർ കോളനി, ആ കോളനി ഒരു കുഴപ്പം പിടിച്ചതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കോളനിയിലേക്ക് പോകുന്ന ഒരു സാഹസിക യാത്രയാണല്ലോ നിങ്ങൾ നടത്തിയത്. എന്താണ് ആ കോളനിയുടെ പ്രത്യേകത? എസ്കെൻ, ഗുഡ് ഈവനിങ്. രാംജി നഗർ കോളനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് മോഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കുപ്രസിദ്ധി ആർജിച്ച ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ മോഷണങ്ങളൊക്കെ പുറത്ത് രാജ്യങ്ങളിൽ പോലും ചർച്ചയായിട്ടുണ്ട്. അതായത് വിദേശത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിയ ആളുകളുടെ അടക്കം വസ്തുക്കൾ മോഷ്ടിച്ച ആളുകളാണ് അവിടെ ഉള്ളത്. അങ്ങനെ അതൊരു പ്രത്യേക രാജ്യം എന്നൊക്കെ വേണമെങ്കിൽ പ്രത്യേക റിപ്പബ്ലിക് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് ഈ രാംജി നഗർ കോളനി. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശ്രമകരമായ കാര്യമാണ്. കാരണം നമ്മൾ ആ പോയിന്റിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു 6 മണിയോടുകൂടിയാണ് ആദ്യ ശ്രമം അവിടെ കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു 6 മണിയോടുകൂടി അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങോട്ടേക്ക് എത്തി ഈ കോളനിയുടെ പരിസരത്തേക്കൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ആളുകൾ വന്ന് ചുറ്റും കൂടുകയായിരുന്നു. അവർ എങ്ങോട്ടേക്കാണ് നിങ്ങൾ വരുന്നത്, എന്താണ് നിങ്ങളുടെ ആവശ്യം, അതെല്ലാം ചോദിച്ച് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇനി പോകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചയക്കുകയാണ്. പിന്നീട് ഞങ്ങൾ പിറ്റേ ദിവസം 5 മണിയോടുകൂടി, വെളുപ്പിന് 5 മണിയോടുകൂടി അങ്ങോട്ടേക്ക് എത്തിയത്. അവിടെ കണ്ട കാഴ്ചകളൊക്കെ നമ്മൾ നടുക്കുന്നത് അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു, അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കാരണം ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന മുതലൊക്കെ എങ്ങനെയാണ്, എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റി. നമുക്ക് രാത്രി 9:30 മണിക്ക് കാണാനുണ്ട്. ശ്യാംകുമാറിനോടാണ് എൻ്റെ ചോദ്യം. ഈ കോളനിക്ക് അകത്ത് കയറി അത്യാവശ്യം കാര്യങ്ങളൊക്കെ തേടി അന്വേഷിച്ച് വിവരങ്ങളൊക്കെ മനസ്സിലായി അതിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം ആലോചിച്ചെന്താ? സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയതല്ലേ സ്കേൻ, അവർ ഇറക്കിയതാണ്. കാരണം ഞങ്ങൾ അകത്തേക്ക് കയറി അവിടുത്തെ നമ്മളുടെയൊക്കെ നാട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയ പണവും സ്വർണവും ഒക്കെ ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ വീടുകളൊക്കെ കണ്ട് അതിൻ്റെ വിഷ്വൽ എടുത്ത് വരുമ്പോൾ തന്നെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അയാൾ അവിടെ നിന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യാമറമാൻ, മറ്റൊരു വഴിക്ക് വിഷ്വൽ എടുക്കാൻ പോയ ക്യാമറമാൻ ഓടി വരുന്നുണ്ടായിരുന്നു. കാരണം അവിടുത്തെ സ്റ്റെയർ കേസുകളുടെ ഇടയിൽ നിന്നൊക്കെ പുറത്തേക്കുള്ള ഗ്രില്ലുകളുടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ നിന്ന് ആളുകൾ നോക്കി തുടങ്ങുന്നു എന്നാണ് അവൻ ഓടി വന്ന് നമ്മളോട് പറഞ്ഞത്. പിന്നെ അവിടെ നിൽക്കുന്നത് ഒട്ടും പന്തിയല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ 3 പേരും വളരെ വേഗത്തിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അവിടെ വരുന്ന വഴിക്ക് ഒരു അമ്പലം കണ്ടു. അവിടുത്തെ ആ അമ്പലത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് പുറത്തേക്ക് വന്ന് വണ്ടിയിൽ കയറി അവിടെ നിന്ന്. ബാക്കി വിവരങ്ങൾ നമുക്ക് രാത്രി 9:30 മണിക്ക്. നിങ്ങൾ പോകരുത്, അവിടെ തന്നെ കാണണം. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ പരിപാടിയിൽ വിശദമായി പറയാനുണ്ട്. രാംജി നഗർ കോളനിയിലേക്കാണ് ഇന്ന് ശ്യാംകുമാറും വിഷ്ണു സുരേഷും യാത്ര ചെയ്ത എപ്പിസോഡ് വരുന്നത്. എൻ്റെ പരമ്പരയുടെ 2ാം ഭാഗമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി അവർ നല്ല കുശാലായിട്ട് ജീവിക്കുകയാണ്. നമ്മളെ ഉറക്കം കെടുത്തുന്നു, അവർ നന്നായിട്ട് ഉറങ്ങുന്നു. അപ്പോൾ അതിൻ്റെ അന്വേഷണമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ രാത്രി 9:30 മണിക്ക് നമ്മളിത് സംപ്രേഷണം ഇതിൻ്റെ പുനഃസംപ്രേഷണമുണ്ട്. രാവിലെ 7:40 നമ്മളിത് വീണ്ടും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കാരണം ഈ വളരെ ബുദ്ധിമുട്ടിയാണല്ലോ നമ്മൾ ഈ സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ കാണാതെ പോകുന്ന പ്രേക്ഷകർക്ക് ഇവരുടെ രീതികളും ഓപ്പറേഷൻ മോഡൽ എങ്ങനെയാണെന്നും ഒരു മോഡസ് ഓപ്പറാൻഡി എങ്ങനെയാണെന്നും ഒക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മളൊന്നുകൂടി കാണിക്കും. പക്ഷേ ഇന്ന് കാണിക്കും, നമ്മൾ ചിലർ പറയുന്ന പോലെ ഈ സിനിമ ഇറങ്ങുന്ന ദിവസം കാണുന്ന രീതി ഉള്ളവരല്ലേ മലയാളികൾ. അപ്പോൾ ഇന്ന് രാത്രി 9:30 മണിക്ക് കാണാം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോടതി ഉത്തരവ് വന്ന ദിവസമാണെന്ന്.
ഷവർമ വിൽക്കുന്ന ഭക്ഷണശാലകളിൽ കർശന പരിശോധന നടത്തണമെന്ന് ഹൈക്കോടതി ഇന്ന് ആവശ്യപ്പെട്ടു. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഭക്ഷണശാലകളുടെ ലൈസൻസ് റദ്ദാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 2022 കാസർഗോഡ് ഷവർമ കഴിച്ച് ഒരു 16-കാരി മരിച്ച കേസിലാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഷവർമ ഇപ്പം എല്ലാ ആളുകൾക്കും എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനൊക്കെ വലിയ താല്പര്യമുള്ള സാധനമാണ് ശ്രീകാന്ത്. ആ ഷവർമ ഉണ്ടാക്കുന്ന കടകളിലൊക്കെ തന്നെ കാര്യമായ പരിശോധന, എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുമ്പോൾ ആരോഗ്യവകുപ്പ് ആരെയും തലയും മുറുക്കി ഇറങ്ങും, കുറേ ആൾക്കാരെ പിടിക്കും, ചിലത് പൂട്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കെട്ടടക്കും. ഈ ജനരോഷം ഒന്ന് അടങ്ങിക്കഴിയുമ്പോൾ വീണ്ടും കാര്യങ്ങൾ പഴയപടിയാവും. അതാണല്ലോ സ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ വന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? ഗുഡ് ഈവനിങ് എസ് കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഷവർമ ഉണ്ടാക്കുന്ന കടകളിലൊക്കെ തന്നെ വലിയ തോതിൽ ചില വൃത്തിഹീനമായ സാഹചര്യം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുമുണ്ട്. ഇപ്പോൾ നമ്മുടെ കുറുവ റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്യാം ഈ കാര്യത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റ് തന്നെയാണ്. ഇത്തരം നിരവധിയായ വാർത്തകൾ നമ്മുടെ ചുറ്റുമുള്ള ഹോട്ടലുകളിൽ നടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഇപ്പോൾ ഇന്ന് ഈ കോടതിയിലെ ഈ കേസിലേക്ക് വരികയാണെങ്കിൽ ഈ ഷവർമ വിൽക്കുന്ന ഭക്ഷണശാലകളിൽ കർശന പരിശോധന നടത്തണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഭക്ഷണശാലകൾ ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം എന്നുള്ളതാണ് കോടതി പറയുന്നത്. ഈ ഷവർമയൊക്കെ ഉണ്ടാക്കുമ്പോൾ മയോണൈസ് പോലെയുള്ള വസ്തുക്കൾ അത് പഴക്കമുള്ളതാണോ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ എന്ന് ശ്രദ്ധിക്കണം എന്നാണ് കോടതി പറയുന്നത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഭക്ഷണശാലകളുടെ ലൈസൻസ് റദ്ദ് ചെയ്തേക്കണം എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതായത് ഫൈൻ അടച്ച് വീണ്ടും തുറക്കാൻ ഇടവരുത്തരുത്, ആ ലൈസൻസ് അങ്ങ് സസ്പെൻഡ് ചെയ്യണം. ഇതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം ഭക്ഷണശാലകൾക്കെതിരെ മുഖം നോക്കാത്ത കർശന നടപടി വേണം. ഇതാണ് കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട്. 2022 കാസർഗോഡ് ഷവർമ കഴിച്ച് 16 വയസ്സുകാരി മരിച്ച കേസിലാണ് ഹൈക്കോടതിയുടെ ഈ നടപടി വന്നത്. ദാരുണമായ സംഭവമായിരുന്നു അന്ന്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമാണ്. കേസിലെ നഷ്ടപരിഹാര തുക അത് ഉടൻ തീർപ്പാക്കി അവർക്ക് കൈമാറാനും ഹൈക്കോടതി വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷവർമയുമായി ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മുകളിൽ കോടതിയുടെ അടക്കം നിരീക്ഷണമുണ്ട്. കടുത്ത നടപടി കോടതി സ്വീകരിക്കും. അതിനാൽ വൃത്തിഹീനമായ സാഹചര്യം ഒഴിവാക്കി നല്ല ഭക്ഷണം വൃത്തിയായി നൽകുക. താങ്ക് യു ശ്രീകാന്ത്. ഷവർമ ഉണ്ടാക്കുന്ന കടക്കാരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം ഹൈക്കോടതി ഉത്തരവ് ലംഘിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണവും പരിശോധനയും ഒക്കെ കാര്യമായി നടന്നു എന്ന് വരും. ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പെൻഷൻ തട്ടിയ സർക്കാർ ജീവനക്കാർ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർ, കോളേജ്, സ്കൂൾ അധ്യാപകരും ഗസറ്റഡ് ഓഫീസേഴ്സ് ഉൾപ്പെടെ 1458 ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായത്. തുക പലിശ സഹിതം തിരിച്ചുപിടിക്കുമെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 24 ബിഗ് ബ്രേക്കിംഗ്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിന് തടയിടാനായിരുന്നു വിശദമായ പരിശോധനയ്ക്ക് ഇൻഫർമേഷൻ കേരള മിഷനെ ചുമതലപ്പെടുത്തിയത്. പ്രാഥമിക റിപ്പോർട്ട് തന്നെ ഞെട്ടിക്കുന്നത്. സർക്കാർ ജീവനക്കാരായി തുടരുന്ന 1458 പേർ ശമ്പളത്തിനോടൊപ്പം 1600 രൂപ ക്ഷേമ പെൻഷനും കൈപ്പറ്റുന്നു. ഇതിൽ 2 കോളേജ് അധ്യാപകരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരും ഉൾപ്പെടും. അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരികെ പിടിക്കും. ഇവർക്കെതിരെ വകുപ്പുതല നടപടിക്കും ശുപാർശ ചെയ്യുമെന്ന് ധനവകുപ്പ്. പ്രാഥമികമായ ഒരു അന്വേഷണത്തിനകത്ത് 1400ഓളം വരുന്ന സർക്കാർ ശമ്പളം വാങ്ങുന്ന വിവിധ ജീവനക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കുന്നതായിട്ട് കണ്ടെത്തിയ ഒരു ഫയൽ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷനിൽ കൈയിട്ടു വരുന്നതിൽ കൂടുതൽ പേരും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. 373 പേർ. മറ്റു വകുപ്പുകളും പിന്നിലല്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 224 പേർ, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് 124 പേർ, ആയുർവേദ വകുപ്പ് 114 പേർ, മൃഗസംരക്ഷണ വകുപ്പ് 74 പേർ, പൊതുമരാമത്ത് വകുപ്പ് 47 പേർ. ഇങ്ങനെ നീളുന്നു പട്ടിക. 10 പോലീസ് ഉദ്യോഗസ്ഥരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തുക തിരികെ പിടിക്കുന്നതിൽ പലിശ നിരക്ക് എത്രയെന്ന് പിന്നീട് തീരുമാനിക്കും. വകുപ്പ് തല നടപടിക്ക് പുറമെ നിയമ നടപടി വേണമോ എന്നതും സർക്കാർ തീരുമാനിക്കും. ഈ പട്ടിക ഇവിടെ ഒതുങ്ങില്ല. പരിശോധന തുടരാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. അത് പെൻഷനായവർക്കിടയിലും എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കിടയിലും താൽക്കാലിക ജീവനക്കാർക്കിടയിലുമെല്ലാം ഈ പരിശോധന തുടരും. കർശന നടപടികളും ഉണ്ടാകും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.
അനിൽകുമാർ ചോദിക്കുന്നു, കുറുകളെ തിരക്കി നമ്മൾ അങ്ങോട്ട് പോകണ്ടല്ലോ, അവർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അതുപോലെ ചന്ദ്രൻ ചെറിയിൽ പറയുന്നു, BJP നേതാവ് കെ സുരേന്ദ്രൻ BJPക്കെതിരെ വാർത്ത കൊടുത്ത മാധ്യമപ്രവർത്തകരെ വിരട്ടിയല്ലോ, അതിനകത്ത് ചർച്ചയൊന്നുമില്ല, പേടിച്ചു പോയോ എന്ന് ചോദിക്കുന്നു. പേടിച്ചു പോവല്ലോ, പറഞ്ഞിരിക്കുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനല്ലേ, നമ്മളൊക്കെ എത്രയോ വിരട്ട് കേട്ടതാണെന്ന്. ഒന്നാമത് ഈ കട തുറന്നു വെച്ചിട്ട് നമ്മൾ 10-40 കൊല്ലമായി. എന്തോ ചന്ദ്രൻ ചെറയിലെ താങ്കൾ പറയുന്നത്, താങ്കൾ ആ ചെറയുടെ അടുത്തുനിന്ന് മാറിയിരിക്കും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തില്ല. പെൻഷൻ പ്രായം 60 ആക്കണമെന്ന ശുപാർശ മന്ത്രിസഭാ യോഗം തള്ളിക്കളഞ്ഞു. സമിതിയുടെ മറ്റ് ശുപാർശകൾ അംഗീകരിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, യഥാർത്ഥത്തിൽ പെൻഷൻ പ്രായം ഉയർത്തുമെന്ന പ്രതീക്ഷ ആളുകൾക്കുണ്ടായിരുന്നു. കാരണം ഇത്രയും കൂടുതൽ ആളുകൾ തൊഴിലില്ലാതിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അങ്ങനെ കയറി പെൻഷൻ പ്രായം ഉയർത്താൻ ഈ ഇടതുപക്ഷ സർക്കാരിന് കഴിയുമോ? ഗുഡ് ഈവനിങ് SKN. പക്ഷേ അതിൽ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം റിട്ടയർ ചെയ്യുന്നവരുടെ ആനുകൂല്യങ്ങളെല്ലാം നൽകാൻ 100 കോടിക്ക് മുകളിൽ തുക കണ്ടെത്തേണ്ടി വരും. പക്ഷേ പെൻഷൻ പ്രായം ഉയർത്തിക്കഴിഞ്ഞാൽ ആ പ്രതിസന്ധി മറികടക്കാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സർക്കാർ ഈ ശുപാർശ അംഗീകരിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും മന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയില്ല. 4ാം ഭരണപരിഷ്കാര കമ്മീഷനാണ് പെൻഷൻ പ്രായം 60 ആക്കണമെന്നുള്ള ശുപാർശ ആദ്യം നൽകിയത്. ഈ ശുപാർശകൾ പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു സെക്രട്ടറി തല കമ്മിറ്റി നിയോഗിച്ചു. ഈ കമ്മിറ്റിയും പെൻഷൻ പ്രായം 60 ആക്കണമെന്ന് ശുപാർശ ചെയ്തു. എന്നാൽ മന്ത്രിസഭാ യോഗം അത് തള്ളുകയാണുണ്ടായത്. എന്തായാലും 60 വയസ്സ് ആകില്ല. നിലവിൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ, അതായത് 2016 ശേഷം സർക്കാർ സർവീസിൽ കയറിയ കോൺട്രിബ്യൂട്ടറി പെൻഷൻകാർക്കെല്ലാം പെൻഷൻ പ്രായം 60 തന്നെയാണ്. മറ്റുള്ളവർക്കാണ് ഈ പെൻഷൻ പ്രായം സംബന്ധിച്ച ഒരു ആശങ്ക ഉണ്ടായിരുന്നത്. എന്തായാലും അവർക്ക് 58 വയസ്സ് തന്നെയായിരിക്കും. അവർക്ക് പെൻഷൻ പ്രായം ഉയർത്തില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട്. അതേസമയം സർവീസുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില തീരുമാനങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനം KSR, KSSR കൂടാതെ കോൺട്രാക്ട് റൂൾ, അതായത് സർക്കാർ ജീവനക്കാരുടെ ചട്ടങ്ങൾ പറയുന്ന വിവിധ വകുപ്പ് റൂളുകളുണ്ടായിരുന്നു. ഇവയെല്ലാം കൂടി ഏകീകരിച്ചുകൊണ്ട് കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചു. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ പല പരാതികളായിരുന്നു. വിവിധ നിയമങ്ങൾ ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് പോകുമ്പോൾ ഈ പ്രൊബേഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ പല നിയമങ്ങളുണ്ട് എന്നുള്ളത്. എന്തായാലും അതിൽ ഒരു പരിഹാരം കാണാൻ തീരുമാനിച്ചു. ഒപ്പം ഈ ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫർ സംബന്ധിച്ച് എപ്പോഴും അത് പലപ്പോഴും കോടതി കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ശാശ്വത പരിഹാരം കാണാൻ ട്രാൻസ്ഫർ നടപ്പാക്കുന്നതിന് മുൻപ് ജീവനക്കാരുടെ സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനം നൽകിയിട്ടുണ്ട്. കൂടാതെ മറ്റ് നിർണായകമായ തീരുമാനം എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടാണ്. 2019 വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു ആദ്യ കരാർ. പക്ഷേ നീണ്ടുപോയി. കോവിഡ്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത പ്രശ്നങ്ങൾ, ഇവയെല്ലാം പ്രളയം തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും കാരണം പോർട്ടിൻ്റെ നിർമ്മാണം നീണ്ടുപോയി എന്നാണ് മന്ത്രിസഭാ യോഗം വിലയിരുത്തിയിരിക്കുന്നത്. ഇവർക്ക് 219 കോടിയിലധികം രൂപയുടെ പിഴയാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. അത് ഇപ്പോൾ കുറച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. 219 കോടിയിൽ തൽക്കാലമായി 43 കോടി 80 ലക്ഷം രൂപ ഇപ്പോൾ ഈടാക്കും. അതിനുശേഷം ഇവരുടെ കാലാവധി 2028 വരെ നീട്ടി നൽകി. 2028 വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായി പൂർത്തിയാക്കിയില്ല എങ്കിൽ ഇപ്പോൾ ഇളവ് നൽകിയിരിക്കുന്ന തുകയടക്കം തിരികെ പിടിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണാൻ കമ്മീഷനെ നേരത്തെ നിയോഗിച്ചിരുന്നു. ഈ കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം 3 മാസത്തിനകം സമർപ്പിക്കാനാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം നിർദ്ദേശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിർണായക തീരുമാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. SKN. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. മിനിബാബു പറയുന്നു, ഞാൻ പറയാൻ സാധ്യതയുണ്ടായിരുന്ന മറുപടി BJP അധ്യക്ഷന് കമ്പക്കാരനെ ഉടുക്കുകൂട്ടി പീഡിപ്പിക്കല്ലേ എന്നാണ്. എപ്പോഴും അങ്ങനെ പഴഞ്ചൊല്ലി പറയണമെന്നുണ്ടോ? നമ്മളതിനെക്കുറിച്ച് പറയുന്ന അത്രയേ ഉള്ളൂ. BJP സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തുടരുമെന്ന വാർത്ത അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ടതില്ലെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതായി അറിയുന്നു. ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ നിലവിൽ ഒരു നടപടി ഉണ്ടാകില്ല എന്ന് വാർത്ത വരുന്നുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ BJP അധ്യക്ഷനെ മാറ്റാൻ വേണ്ടി ഒരുപാട് പേർ മുറിവിളി കൂട്ടി. BJPക്ക് അകത്തും പുറത്തുമുള്ള ആളുകൾ സംഘടിതമായിട്ടൊക്കെ ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് ഈ അടുത്ത ഇലക്ഷൻ വരെ മാറ്റേണ്ടതില്ല എന്ന് തന്നെയായിരിക്കും അവരുടെ നിലപാടെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ? SKN, അതിശക്തമായ സമ്മർദ്ദം കെ സുരേന്ദ്രനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റാൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പരസ്യ പ്രതികരണങ്ങൾ, അതായത് BJPയുടെ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്ത അത്ര ശക്തമായ പരസ്യ പ്രതികരണങ്ങൾ ആ പാർട്ടിയിൽ നിന്നും കണ്ടു. രാജ്യസന്നദ്ധത അറിയിക്കുന്നതിലേക്ക് വരെ കെ സുരേന്ദ്രൻ എത്തുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രന് കൈ കൊടുത്തിരിക്കുന്നു ദേശീയ നേതൃത്വം. അവർ പറയുന്നത് നിലവിൽ എന്തായാലും കെ സുരേന്ദ്രൻ മാറേണ്ടതില്ല, സംസ്ഥാന അധ്യക്ഷനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ നിലവിൽ നടപടി ഉണ്ടാകില്ല എന്ന് ദേശീയ നേതൃത്വം ഇപ്പോൾ ഉറപ്പിക്കുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങാൻ നിലവിൽ സംസ്ഥാന നേതൃത്വത്തിനും നേതാക്കൾക്കും ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ബൂത്ത് മണ്ഡലം ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നത് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേറ്റ ശേഷമായിരിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. അതൊരു പക്ഷേ കെ സുരേന്ദ്രൻ തന്നെയാകാം, അല്ലെങ്കിൽ മറ്റൊരാൾ വരികയും ചെയ്യാം. അതൊക്കെ തന്നെ ഫെബ്രുവരിയോടുകൂടി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പുതിയ സംസ്ഥാന അധ്യക്ഷനെ പുതുതായി ചുമതലയേൽക്കുന്ന ദേശീയ ഘടകമായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. കാരണം BJP-യിൽ ദേശീയ അധ്യക്ഷനും ദേശീയ സംഘടനാ സെക്രട്ടറിയും അടക്കം മുഴുവൻ പേരും മാറി പുതിയൊരു ടീം വരും. അവരായിരിക്കും പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നത്. അത് കെ സുരേന്ദ്രൻ തന്നെയാകണോ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരണോ ഒക്കെ തീരുമാനിക്കുന്നത് അവരാണ്. തൽക്കാലം എന്തായാലും അദ്ദേഹത്തിന് സ്ഥാനചലനമില്ല. ശ്രീകാന്ത്, ശരിക്കും BJP സംസ്ഥാന അധ്യക്ഷനെ അഥവാ മാറ്റണമെന്ന് തീരുമാനിച്ചാലും ആരെയാണ് അവർ കണ്ടെത്തുക? അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ? ആ കസേര ആഗ്രഹമുള്ള ഒരുപാട് പേർ പാർട്ടിക്കുള്ളിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അത് ഇതിനോടകം തന്നെ പരസ്യമായും രഹസ്യമായും ഒക്കെ എല്ലാവരും വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ ദേശീയ നേതൃത്വത്തിന് കണ്ണിൽ ബോധിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ നിശബ്ദരായിരിക്കാനേ സാധിക്കൂ. അങ്ങനെ ആളുകളെ എടുക്കാനില്ല എന്നുള്ളതാണ് വസ്തുത. ആ ഒരു ഘട്ടം തനിക്ക് അനുകൂലമാകുമെന്ന് കെ സുരേന്ദ്രനും കരുതുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാൻ സാധിക്കും. ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു തവണ കൂടി തനിക്ക് ഈ പദവി കിട്ടും എന്ന് അദ്ദേഹവും കരുതുന്നുണ്ട്. പക്ഷേ അതൊക്കെ തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. തൽക്കാലം ഉപതെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ തല ഉരുളില്ല. സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകും. പുതിയ സംസ്ഥാന അധ്യക്ഷനെ പുതിയ ദേശീയ നേതൃത്വം വന്ന ശേഷം പ്രഖ്യാപിക്കും. ജാസ്മിൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ അബ്ബാസാണ് കെ സുരേന്ദ്രന് മാറാൻ താല്പര്യമില്ലെങ്കിൽ ഈ റിപ്പോർട്ടർമാരെല്ലാം കൂടെ പറഞ്ഞ് അങ്ങനെ മാറ്റിപ്പിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന പ്രേക്ഷകരൊക്കെ ഉണ്ട്. താങ്ക് യു ശ്രീകാന്ത്. അപ്പോൾ ഒരു പ്രേക്ഷകൻ ആരാന്ന് പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറഞ്ഞ് കെ സുരേന്ദ്രനെ വരട്ടിയതുകൊണ്ടാണോ നമ്മൾ ഈ വാർത്ത ഇങ്ങനെ കൊടുക്കുന്നത്? ഈ വാർത്ത തീരുമാനം ഡൽഹിയിൽ നിന്ന് വന്നതാണ്. മാത്രമല്ല ഇദ്ദേഹത്തിനെ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകണം എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആലോചനയായിരുന്നു, തീരുമാനമായിരുന്നു. എന്നാൽ ഈ പാലക്കാട്ടെ പരാജയം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ രക്തത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ദാഹിച്ചു, അദ്ദേഹത്തെ മാറ്റുന്നു എന്ന രീതിയിലുള്ള ധാരണ വരെ വന്നു. പക്ഷേ അതൊന്നും കേന്ദ്ര നേതൃത്വം മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. CBI വേണ്ട, CPIM. കണ്ണൂരിലെ AD-യുമായിരുന്ന കെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യം CPIM തള്ളിക്കളഞ്ഞു. CBI കൂട്ടിലടച്ച തത്തയാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CBI എന്നത് അവസാന വാക്കല്ലെന്നും തീരുമാനം കോടതി പറയട്ടെ എന്നും MV ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചു. സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കാനിരിക്കെ CBI അന്വേഷണ ആവശ്യം തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CBI അന്വേഷണത്തിൽ ഞങ്ങൾക്ക് നല്ല വ്യക്തമായ നിലപാടുണ്ടല്ലോ. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൂട്ടിക്കിടക്കുന്ന തത്തയാണെന്ന്. ഞങ്ങൾ കൃത്യമായ നിലപാടാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അന്വേഷണം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും. ആ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. ഇത് ഞങ്ങൾക്ക് വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. കോടതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെട്ടു നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അന്വേഷണം CBI ഏറ്റെടുത്താൽ രാഷ്ട്രീയ തിരിച്ചടി CPIM ഭയക്കുന്നു. വിവാദ പെട്രോൾ പമ്പ് അപേക്ഷകൻ TV പ്രശാന്തിനെതിരായ ബെനാമി ആരോപണം, കൈക്കൂലി പരാതി വ്യാജമെന്ന ആരോപണം എന്നിവയിലെ അന്വേഷണം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമോ എന്നാണ് ആശങ്ക. MV ഗോവിന്ദനെ തള്ളാതെ CITU നേതാവും നവീൻ ബാബുവിന്റെ ബന്ധുവുമായ മലയാളപ്പുഴ മോഹനൻ രംഗത്തെത്തി. CBI എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ അന്വേഷണ ഏജൻസി അല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അതാണ് ഉദ്ദേശിച്ചത്. മറ്റേ അന്വേഷണം സംബന്ധിച്ച അന്വേഷണം കോടതി ഉത്തരവിട്ടെന്ന് അന്വേഷണം നടക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ. അല്ല മറ്റു ദുരുദ്ദേശം അതിനകത്തുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു വിലയിരുത്തലാണത്. CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ ഇതിൻ്റെ അകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ചു. കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ CBI അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമെന്ന CPIM വാദം നാടകമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. ആമിനയുടെ ഒരു ചോദ്യം യൂട്യൂബിലാണ്. ഇന്ന് കുറുവാ സംഘം ഉണ്ടോ? പിന്നെ കുറുവാ സംഘത്തിൻ്റെ കാര്യം അന്വേഷിച്ച് പോയിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ. അതല്ലേ നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞത്. ഇന്ന് 9:30 കാണാം ആമിന. കണ്ണൂരിലെ മുൻ AD-M ആയിരുന്ന കെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേസ് ഡയറി വിളിച്ചു വരുത്താൻ ഹൈക്കോടതി തീരുമാനിച്ചു. ഹർജിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തലവൻ സത്യവാങ്മൂലം കൊടുക്കണം. കേസിൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് തടയണം എന്ന കുടുംബത്തിൻ്റെ ആവശ്യം ഹൈക്കോടതി പക്ഷേ അംഗീകരിച്ചില്ല.
രാവിലെ കേസ് പരിഗണിച്ച വേളയിൽ ആത്മഹത്യ സംബന്ധിച്ച കേസ് അല്ലേ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. കൊലപാതകമെന്നാണോ പറയുന്നതെന്നും അത് എന്തടിസ്ഥാനത്തിലാണെന്നും ഹൈക്കോടതി ചോദിച്ചു. ആത്മഹത്യയല്ല, കൊലപാതകമെന്ന് സംശയമുണ്ടെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം അറിയിച്ചു. കേസിൽ പ്രത്യേക അന്വേഷണ സംഘമെന്നത് പേരിന് മാത്രമാണെന്നും ഹർജിക്കാരി വ്യക്തമാക്കി. പിന്നാലെ ഹർജിയിൽ സർക്കാരിനോടും CBIയോടും 10 ദിവസത്തിനകം നിലപാട് വ്യക്തമാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യവാങ്മൂലം നൽകണമെന്നും കേസ് ഡയറി ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേസിൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് തടയണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. SIT അന്വേഷണം പൂർത്തിയാക്കട്ടെയെന്നും കുറ്റപത്രം നൽകിയാലും CBI അന്വേഷണത്തിന് ഉത്തരവിടാനാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 24 കൊച്ചി. കണ്ണൂർ മുൻ ADMK നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ലെന്ന് PV അൻവർ MLA 24നോട് പറഞ്ഞു. CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണം. ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ താൻ കക്ഷി ചേരുമെന്നും PV അൻവർ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും BP ദിവ്യയുടെ ഭർത്താവും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്നും PV അൻവറിൻ്റെ ആരോപണം വന്നു. CPMനുമായി ബന്ധപ്പെട്ട ആളുകളോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ ഒരു അന്വേഷണവും ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ADMന്റെ കുടുംബം കോടതിയെ സമീപിച്ചത്. ഗവൺമെൻറ് എന്തിനാ CBI അന്വേഷണത്തെ തടയാൻ പോകുന്നത്? ജനങ്ങൾക്ക് ഇത്രയും സംശയമുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ആവശ്യം CBI ആണെങ്കിൽ അതിന് പെർമിറ്റ് ചെയ്യാണല്ലോ ഗവൺമെൻറ് ചെയ്യേണ്ടത്. അപ്പം അതിന് പെർമിറ്റ് ചെയ്യാതിരിക്കുന്നതും അതിനെ വളച്ചൊടിക്കുന്നതിൻ്റെയും കാരണം എന്താ? സത്യം പുറത്തു വരാൻ പാടില്ല. ഞാൻ അന്നേ പറഞ്ഞു P ശശിയുടെ കറുത്ത കരങ്ങൾ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലുണ്ടായേക്കാം. കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും നടക്കുന്ന പല പെട്രോൾ പമ്പുകളുടെയും ബിനാമി പെട്രോൾ പമ്പിൻ്റെ ഉടമ ശശിയാണ്. പല ബിനാമിയുടെ പേരിലാണ്. അതിൽ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവും വരുന്നത്. കോഴിക്കോട് നിന്ന് സമീർ C മുഹമ്മദ് ചേരുന്നു. PV അൻവർ MLA ഇതിൽ കക്ഷി ചേരും എന്ന് പറയുന്നുണ്ടല്ലോ, പറയൂ. അതേ SKN, ഈ കേസിൽ കക്ഷി ചേരും എന്നാണ് നിലമ്പൂർ MLA PV അൻവർ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് കുടുംബത്തിന്റെ ആശങ്ക സ്വാഭാവികമാണ്, CBI അന്വേഷണം അനിവാര്യമാണ്. ഈ വിഷയത്തിൽ കുടുംബം അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ സർക്കാർ അതിനെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? അതിൽ സത്യം പുറത്തുവരും എന്ന ഭയം മാത്രമാണ് ഉള്ളത്. അല്ല എങ്കിൽ അതിനെ അംഗീകരിക്കുകയും ആ കുടുംബത്തിന്റെ ആവശ്യത്തോടൊപ്പം നിൽക്കുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത് എന്ന കാര്യം കൂടി MLA വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, താൻ ഇത്തരത്തിൽ വിവിധ കാര്യങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ്. അതായത് ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണം, അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ കോഴിക്കോട്ടെ പ്രമുഖ വ്യവസായിയായിരുന്ന മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനം, ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ആ വിഷയങ്ങളെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ ഒന്നും തന്നെ എങ്ങും എത്തിയില്ല. ആ വിധത്തിലേക്ക് ADM ആയിരുന്ന നവീൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആ വിധത്തിലായിരിക്കും ഉണ്ടാവുക. അതിൽ സത്യം പുറത്തു വരില്ല. അതിനാൽ തന്നെയാണ് ഈ കുടുംബം മുന്നോട്ട് വെക്കുന്ന ആവശ്യവുമായി താൻ മുന്നോട്ട് പോകും, ആ വിഷയത്തിൽ കക്ഷി ചേരും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തലങ്ങളിൽ, അതായത് ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ നടത്തുന്നതായിരിക്കും ഉചിതം എന്നുള്ള ഒരു അഭിപ്രായം കൂടിയുണ്ട്. അത്തരം നിയമ സാധ്യതകൾ കൂടി താൻ തേടുകയാണ്. ഏതായാലും കുടുംബത്തെ താൻ പോയി കാണുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അവർക്ക് നിയമപരമായിട്ടുള്ള എല്ലാ സഹായവും ഒരു ജനപ്രതിനിധി അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താൻ നൽകും എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. SKN. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട കനത്ത ന്യൂനമർദ്ദം ഫിൻജാൽ ചുഴലിക്കാറ്റായി മാറും. തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ഇടങ്ങളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ചെന്നൈ മറീന ബീച്ചിൽ നിന്ന് മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുന്നു. റഹീസ്, തമിഴ്നാടിൻ്റെ പൊതുവെയുള്ള കാലാവസ്ഥ എങ്ങനെയാണ്? ചെന്നൈയിലൊക്കെ തന്നെ മഴ തുടരുകയാണോ? SKN, ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം ഫിൻജാൽ ചുഴലിക്കാറ്റായി എപ്പോൾ മാറും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ചാണെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി ഫിൻജാൽ ചുഴലിക്കാറ്റായി ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടേനെ. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം നാളെ ആയിരിക്കും ഇത് ഒരു ചുഴലിക്കാറ്റായി മാറുന്നത് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ചുഴലിക്കാറ്റ് ഏറ്റവും അധികം ബാധിക്കുക ശ്രീലങ്കയായിരിക്കും എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ശ്രീലങ്കയിൽ അതിശക്തമായിട്ടുള്ള മഴയുണ്ട്. പലയിടത്തും പ്രളയ സമാനമായ സാഹചര്യമാണ്. തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ വ്യാപകമായി മഴയുണ്ട്. ഏതാണ്ട് എല്ലാ ജില്ലകളിലും കഴിഞ്ഞ 2 ദിവസമായി മഴ പെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് മയിലാടുതുറയിലാണ്. മയിലാടുതുറയിലും ഒപ്പം തന്നെ ഈ നാഗപട്ടണത്തിലുമാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തിരിക്കുന്നത്. ഈ 2 ജില്ലയിൽ അതിശക്തമായ മഴയാണ് 2 ദിവസമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കടലൂരിലും തഞ്ചാവൂരിലും മഴ ശക്തമാണ്. അങ്ങനെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്.
സാധ്യതയുണ്ട്. പക്ഷേ ഈ 4 ജില്ലകളിലാണ് അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ 4 ജില്ലകളിലും ഇപ്പോഴും റെഡ് അലേർട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. 11 ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട്. ഏറ്റവും പുതുക്കിയ അലേർട്ട് പ്രകാരം 11 ജില്ലകളിലേക്ക് ഓറഞ്ച് അലേർട്ടും ഒപ്പം തന്നെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുമാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് വ്യാപക കൃഷിനാശമാണ്. കാരണം ഈ നാഗപട്ടണത്തൊക്കെയും ഒപ്പം തന്നെ തഞ്ചാവൂരിലും പ്രധാനമായിട്ട് ഈ തിരുവാരൂരിലുമൊക്കെ ഈ കർഷകർ നിരവധിയുണ്ട്. ഇവരുടെയൊക്കെ കൃഷിക്ക് വലിയ തോതിൽ നാശം സംഭവിച്ചിരിക്കുന്നു. തിരുവാരൂരിൽ ഏതാണ്ട് 2000-ഓളം ഏക്കർ കൃഷിയാണ് നശിച്ചിരിക്കുന്നത്. അപ്പോൾ കർഷകരുടെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ പരാതി ഉയരുന്നുണ്ട്. കാരണം ഈ മഴ അതിരൂക്ഷമായി തുടർന്നാൽ ഇവരുടെ കൃഷി മുഹമ്മദ് റയീസാണ് ചെന്നൈയിൽ നിന്നും കാലാവസ്ഥയുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ വരുന്ന ഒരു സന്തോഷകരമായ വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കേരളത്തിൻ്റെ 2 ടൂറിസം പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചു. കൊല്ലം ബയോഡൈവേഴ്സിറ്റി ആൻഡ് റിക്രിയേഷണൽ ഹബ്ബ് പദ്ധതിക്കും സർഗാലയ ഗ്ലോബൽ ഗേറ്റ്വേ ടു മലബാർ കൾച്ചറൽ ക്രൂസിബിൾ പദ്ധതിക്കുമാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. നമ്മോടിപ്പോൾ സംസാരിക്കാൻ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിങ്, നമസ്കാരം. നമസ്കാരം. താങ്കൾക്ക് സന്തോഷമുള്ള വാർത്തയാണല്ലോ. വളരെ സന്തോഷമുള്ള വാർത്തയാണ്. 2 പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചു. ഞങ്ങള് കുറച്ചധികം പദ്ധതികൾ സമർപ്പിച്ചിരുന്നു. അത് നന്നായി വർക്കൗട്ട് ചെയ്ത് എല്ലാ ഹോംവർക്കും ചെയ്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുറേയേറെ ടൂറിസം പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ചിരുന്നു. എന്നാൽ അതിൽ 2 പദ്ധതിയാണ് തെരഞ്ഞെടുത്തത്. ഇവിടെ SK നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് ആ 2 പദ്ധതികൾ. അപ്പൊ അതില് ഒന്ന് നമ്മുടെ ഈ കിട്ടിയിട്ടുള്ളത് 59,71,00,000 രൂപ കൊല്ലം ബയോഡൈവേഴ്സിറ്റി ആൻഡ് റിക്രിയേഷണൽ ഹബ്ബ് എന്ന പദ്ധതിക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതെവിടെയാണ് കൃത്യമായിട്ട് കൊല്ലം ജില്ലയിൽ വരാൻ പോകുന്നത്? അത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഈ ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി ഈ ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടിന് നേരത്തെ സംസ്ഥാന ടൂറിസം വകുപ്പ് രൂപം നൽകി. അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ്, ഇതിന്റെ ഒരു വിപുലീകരണമാണ് ഈ ബയോഡൈവേഴ്സിറ്റി ആൻഡ് റിക്രിയേഷണൽ ഹബ്ബ് എന്ന ഈ പദ്ധതി. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു പദ്ധതി കോഴിക്കോട് ജില്ലയിലെ മൊത്തം വരുന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ പദ്ധതി 95,34,00,000 രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. മലബാർ കൾച്ചറൽ ക്രൂസിബിൾ എന്ന പദ്ധതിക്കാണ് അനുമതി ലഭിച്ചത്. ഇതിന്റെ ഒരു ഗുണം, ആ പദ്ധതിയുടെ ഒരു പ്രത്യേകത, നമുക്ക് അത് കോഴിക്കോട് ജില്ലയിലെ ഈ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ട്. SK എനിക്കറിയാം. അതെ, അവിടെ മുതൽ തൃപ്പൂര് വരെ നീളുന്ന ടൂറിസം ശൃംഖലയാണ്, വലിയ ഒരു ശൃംഖലയാണ്. ആ സർഗാലയ ഗ്ലോബൽ ഗേറ്റ്വേ ടു മലബാർ കൾച്ചറൽ ക്രൂസിബിൾ എന്ന പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളൊക്കെ ഉള്ളതാണ്. ഇതിൽ കേന്ദ്രത്തിന്റെ സഹായം എത്രമാത്രം ഉണ്ടാകും പണപരമായി? അതെ, ഞാൻ പറഞ്ഞു 2നും കൂടി ഏറെക്കുറെ 155 കോടി 5 ലക്ഷം കിട്ടിയിട്ട് ചില്ലറയെല്ലാം കിട്ടിയിരിക്കുന്നു. അത് വലിയ കാര്യമാണല്ലോ. വലിയ കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ ടൂറിസം, നമ്മുടെ വയനാട് പോലും കിട്ടിയത് ഈ അടുത്തിടയ്ക്ക് ഒരു ചെറിയ തുകയില്ലേ? അതെ. ഇതില് നമ്മളൊരു ടീം പോയിരുന്നു, ഡൽഹിയിൽ പോയി പദ്ധതിയുടെ വിശദമായ രൂപരേഖ കേന്ദ്ര ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അതിനെ തുടർന്ന് ചർച്ച നടത്തി. 2 പദ്ധതിക്കും കേന്ദ്ര ഫണ്ട് അനുവദിച്ചു. കുറെ പദ്ധതികൾ കൊടുത്തിരുന്നു, ഞങ്ങളെല്ലാം കിട്ടുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ 2 കിട്ടി. എന്നാൽ അത് സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. നല്ല കാര്യമാണ്. കാര്യം ഇത്രയധികം ഫണ്ട് കേന്ദ്രത്തിൽ നിന്നൊക്കെ വാങ്ങിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്തായാലും 10 നന്നായി നടക്കട്ടെ. ദീപക് തർമ്മടം കൂടി കോഴിക്കോട് നിന്ന് തത്സമയം ചേരുകയാണ്. ദീപക്, മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയായിരുന്നു, എന്തായാലും ഇത്രയും ഫണ്ട് കിട്ടി, പ്രോജക്റ്റ് നന്നായി നടക്കാനുള്ള സാധ്യതയുണ്ട്. കൊല്ലത്തും കോഴിക്കോട്ടുമായിരിക്കും ഈ പദ്ധതി എന്ന് മനസ്സിലാക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ദീപകിന് അറിയാമോ? SK, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലൊരു വലിയ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റൽ നീക്കം, രാഷ്ട്രീയ വികസന നീക്കം എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ പറ്റും. കാരണം കേരളത്തിന് ഒരു ഭാഗത്ത് കേന്ദ്ര സഹായം കിട്ടുന്നില്ല എന്നതിൻ്റെ പേരിൽ സമരങ്ങൾ നടക്കാൻ പോകുന്നു, അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഇന്നിപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കൾ പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്യേണ്ടതിൻ്റെ ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം നൽകാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ. എന്നാൽ അതേ സമയത്താണ് വികസന കാര്യത്തിൽ കേന്ദ്രം കേരളത്തിന് പണം നൽകുന്നു, പ്രത്യേകിച്ച് ടൂറിസം വികസനത്തിന്. കാരണം കേന്ദ്ര ടൂറിസം മന്ത്രിയും മലയാളിയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഈ മന്ത്രി മുഹമ്മദ് റിയാസ് ഏതാണ്ട് 12ഓളം പദ്ധതികളാണ് കേന്ദ്രത്തിൽ സമർപ്പിച്ചത്. അതിനുവേണ്ടി ഒരു വിദഗ്ധമായ സംഘത്തെ അയച്ചുകൊണ്ടുള്ളൊരു ഫോളോ അപ്പും മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. പക്ഷേ അതിൽ 2 പ്രധാന പദ്ധതികൾ, ഒന്ന് ഈ കണ്ണൂർ കോഴിക്കോട് ജില്ലകൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നതാണ്, SK അറിയാവുന്നതാണ്, സർഗാലയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. അത് ബേപ്പൂർ വരെ നീളുന്ന ഒരു സമഗ്രമായ മലബാർ കൾച്ചറൽ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വലിയ പദ്ധതി. ആ പദ്ധതിക്ക് അതായത് ഏതാണ്ട് 155.5 കോടി 155
5 കോടി രൂപയാണ് കേരളത്തിലെത്തുന്നത്. മറ്റൊന്ന് SKൻ്റെ നാട്ടിലാണ്. കൊല്ലത്ത് ബയോഡൈവേഴ്സിറ്റി പാർക്കുകൾ, ആ വിവിധ കേന്ദ്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സർക്യൂട്ടിന് വേണ്ടി അംഗീകാരം. ഏതായാലും ഇത് കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്ത്, വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് ഈ 155 കോടി ടൂറിസം മേഖലയിൽ ഉപകാരമാകും. അത് തെക്കൻ കേരളത്തിൽ കൊല്ലത്തും വടക്കൻ കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, വടകരയിലും ആയി കിടക്കുന്നു. അത് ഏതായാലും ടൂറിസം മേഖലയിൽ വലിയ ഉണർവ് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്ന് രാഷ്ട്രീയമായി. താങ്ക് യു. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട് BJPയിലും സംസ്ഥാന നേതാക്കൾക്കിടയിലും ഉണ്ടായ തർക്കത്തിൽ BJP കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു എന്ന വാർത്തയിലേക്കാണ് നമ്മൾ പോവുക. പ്രൈം ടൈം തുടരുന്നു. ചില ആൾക്കാർ ചോദിക്കുന്നു, തിരുട്ട് ഗ്രാമത്തിൻ്റെ നിഗൂഢതകൾ നിറഞ്ഞ അന്വേഷണം എപ്പോഴാണ്? അന്വേഷണം അല്പസമയത്തിനും രാത്രി 9:30 മണിക്കാണ്. നിങ്ങൾ കാത്തിരുന്നുള്ളൂ. ജോസ്വിൻ ജോസഫ് പറയുന്നത് SK ഈ ടൂറിസം പാക്കേജ് എല്ലാം മലബാറിൽ മാത്രമേ ഉള്ളൂ. സത്യദോഷം പറയരുത്. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, കൊല്ലത്താണ് ഒരു പാക്കേജ്. 2 പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത്. ഒന്ന് മലബാർ മേഖലയിലും ഒന്ന് തെക്കൻ തിരുവിതാംകൂറിൻ്റെ കൊല്ലം മേഖലയിലും. ഇനി ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ ഇന്നും തീർത്ഥാടക തിരക്കായിരുന്നു. 12 വിളക്ക് ദിവസമായി ഇന്ന് ഇതുവരെ 70,000-ന് മുകളിൽ തീർത്ഥാടകരെത്തി. സ്പോട്ട് ബുക്കിംഗ് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണം തുടർച്ചയായി 4-ാം ദിവസവും 10,000 കടന്ന ദിനം കൂടിയാണെന്ന് MG പ്രതീഷ് സന്നിധാനത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, ഇന്നും അയ്യപ്പ ഭക്തന്മാരുടെ നല്ല തിരക്കായിരുന്നു അല്ലേ? SKN ശബരിമല സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്നലത്തേതിന് സമാനമായി രാവിലെ മുതൽ തന്നെ വലിയ തീർത്ഥാടന തിരക്ക് ഇന്നുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ടും തീർത്ഥാടകരുടെ തിരക്ക് തന്നെയാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ളത്. കൂടുതൽ തീർത്ഥാടകർ ഇപ്പോഴും അയ്യപ്പ ദർശനത്തിനായി 18-ാം പടി ചവിട്ടി സന്നിധാനത്തെ ഈ സോപാനത്തിലേക്ക് എത്തുന്നുണ്ട്. ഏകദേശം 75,000-ഓളം തീർത്ഥാടകർ ഇതിനോടകം തന്നെ ദർശനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു എന്നതാണ് ഈ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10,000-മായി സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയെങ്കിലും തുടർച്ചയായി 4-ാം ദിവസവും 10,000-ന് മുകളിലാണ് സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം. ഇതിനോടകം തന്നെ 11,000 തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയിട്ടുണ്ട്. എത്രത്തോളം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയാലും ആ തീർത്ഥാടകർക്കെല്ലാം തന്നെ ദർശനം നൽകും എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും നിലവിലെ നിലപാട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തീർത്ഥാടകരും ഇപ്പോൾ സ്പോട്ട് ബുക്കിങ്ങിനെ ആശ്രയിക്കുന്നുണ്ട്. വെർച്വൽ ക്യൂ വഴിയും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകരിൽ വലിയൊരു ശതമാനം ഇപ്പോഴും എത്താറില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ തീർത്ഥാടകർ എത്താതിരുന്നിട്ടും അത് അവർ ക്യാൻസൽ ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ശബരിമല ദർശനം നടത്താൻ അവർ നിശ്ചയിച്ച ദിവസം കഴിയാതിരുന്നാൽ അത് ക്യാൻസൽ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി അതിനുള്ള അവസരം കൊടുക്കണമെന്നതാണ് പോലീസിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നിലപാട്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 12 വിളക്കായിരുന്നു ശബരിമലയിൽ. ഈ ദീപാലങ്കാരങ്ങളാൽ മുഖരിതമായിരുന്നു ശബരിമല സന്നിധാനം, സോപാനവും എല്ലാം തന്നെ. 12 വിളക്കിന് ശേഷം ശബരിമലയിൽ കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്നതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നാളെ മുതൽ തന്നെ വലിയ തീർത്ഥാടകരുടെ തിരക്ക് ശബരിമലയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും ഇതിനോടകം തന്നെ ദേവസ്വം ബോർഡും പോലീസും എടുത്തിട്ടുണ്ട്. ഒപ്പം മറ്റ് വിവിധ സർക്കാർ വകുപ്പുകളുടെയും പൂർണ്ണമായ ഏകോപനം നിലവിൽ ശബരിമലയിൽ നടക്കുന്നുണ്ട്. ഈ സീസൺ തുടങ്ങി ഇത്രയും ദിവസം യാതൊരു തരത്തിലുള്ള പരാതികൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മുന്നോട്ട് പോകുന്നത്. പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിൽ ഇന്ന് സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വിഷ്ണു മോഹൻ MP അദ്ദേഹം പറഞ്ഞത് 24 വാർത്താക്കാരിനി തിരുട്ട് ഗ്രാമത്തിൻ്റെ അടുത്തുള്ളൊന്നും പോകരുത്. കുറുവാ സംഘം ഈ വാർത്തയെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ അറിഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ തന്നെ അവർ അറിഞ്ഞിട്ടുണ്ടാവും. അവിടെയൊക്കെ മലയാളികളൊക്കെ താമസിക്കുന്നില്ലേ? ചിലപ്പോൾ മലയാളി താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ കേൾക്കുന്ന TV-യിൽ അടുത്ത കുറുവാ സംഘത്തിലെ ആൾക്കാരായിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നൊരു വിവരം അറിയിക്കുന്നു. ഒരു ജിംനേഷ്യത്തിൻ്റെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തി. ഇടപ്പള്ളിയിൽ ജിംനേഷ്യത്തിൻ്റെ മറവിൽ കാര്യമായി മയക്കുമരുന്ന് വിൽപ്പന നടന്നു എന്നാണ് പറയുന്നത്. കണ്ണൂരിലെ നൌഷാദിനെയും വിനോദിനെയും എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. 33.61 ഗ്രാം MDMA-യും 22.24 കിലോഗ്രാമാണ് കേട്ടോ കഞ്ചാവുമാണ്. 23-ലധികം കിലോഗ്രാം കഞ്ചാവും ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടി. ജിമ്മാണ്, ആരോഗ്യം നോക്കാൻ പോകുന്ന സ്ഥലത്താണ് നല്ല കഞ്ചാവ് അടിച്ച് കയറ്റുന്നത്.
ധനുഷും ഐശ്വര്യയും വിവാഹമോചിതരായി. ചെന്നൈ കുടുംബ കോടതി വിവാഹമോചനം അനുവദിച്ചുവെന്നാണ് ചെന്നൈ വാർത്ത. മുഹമ്മദ് റഗീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു. റഗീസ്, കൂടുതൽ വിശദാംശങ്ങൾ. SKN 2004 ധനുഷും ഐശ്വര്യയും വിവാഹിതരാകുന്നത്. അന്ന് ഈ വിവാഹം ചലച്ചിത്ര ലോകത്ത് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം ധനുഷ് അന്ന് 21 വയസ്സ് മാത്രമായിരുന്നു. ശേഷം ഒരു 18 വർഷത്തിനിപ്പുറം 2022 2 വർഷങ്ങൾക്ക് മുൻപാണ് ഇരുവരും വിവാഹമോചിതരാകാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ അവർ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഈ വിവരം അറിയിച്ചിരുന്നു. ശേഷം രണ്ടുപേരും ചെന്നൈ കുടുംബ കോടതിയിൽ ഇത്തരത്തിൽ ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുകയായിരുന്നു. ശേഷം ഈ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ചെന്നൈ കുടുംബ കോടതിയിൽ നിന്നും ഇരുവരും വിവാഹമോചിതരായിരിക്കുന്നു. അവരുടെ ആ തീരുമാനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതിയിൽ നിന്നും അനുകൂലമായൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. കാരണം ഈ മ്യൂച്വൽ ആയിട്ടൊരു ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത ശേഷം ഇരുവരും കോടതിയിൽ ഹിയറിങ്ങിന് ഹാജരായിരുന്നില്ല. അപ്പോൾ കുടുംബക്കാരും ഒപ്പം തന്നെ കൂട്ടുകാരും ഒക്കെ ഇരുവരെയും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഇനി അനുരഞ്ജനപ്പെടുന്നുണ്ടോ എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച രണ്ടുപേരും കോടതിയിൽ ഹാജരായി തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വിവാഹമോചിതരാകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന് കോടതി അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു ഉത്തരവുണ്ടാകുമെന്ന് ചെന്നൈ കുടുംബ കോടതിയിൽ നിന്നും പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ട് ചെന്നൈ കുടുംബ കോടതിയിൽ നിന്നും ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. അതായത് ഇരുവരെയും നിയമപരമായി ഇനി വിവാഹമോചിതരായിരിക്കും. ഒപ്പം ധനുഷ് തൻ്റെ ചിത്രങ്ങളുമായി മുന്നോട്ട് പോകാനും ഒപ്പം ഐശ്വര്യയും സംവിധാന രംഗത്തൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവർക്ക് 2 മക്കളാണുള്ളത്. എന്തായാലും ഇപ്പോൾ ആ ഒരു ഡിവോഴ്സ് ഔദ്യോഗികമായിരിക്കുകയാണ്. ഇരുവരും 2 വഴിയിൽ പിരിഞ്ഞിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. ഇനി ഇന്നത്തെ വാർത്താ പകലിൽ സംഭവിച്ച വാർത്തകൾ നിങ്ങൾ വാർത്താ ചാനലുകൾ കാണാതെ പോയാലോ വാർത്തകൾ അറിയാതെ പോയാലോ ഒരു ഓട്ട പ്രദക്ഷിണം വാർത്താ പകൽ. കേരളത്തിൽ ശനിയാഴ്ച മുതൽ മഴ ശക്തമാകും. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഞായറാഴ്ച പത്തനംതിട്ട മുതൽ പാലക്കാട് വരെ 7 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേസിലെ വോട്ടിംഗ് മെഷീനുകൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ. രാജ്യത്ത് ഉടൻ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കായി EVM ആവശ്യമെന്ന് കമ്മീഷൻ. മധ്യപ്രദേശിൽ ദളിത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കുഴൽക്കിണറിൽ നിന്നും വെള്ളമെടുത്തതിന്റെ പേരിലാണ് കൊലപാതകം. സംഭവം ശിവപുരി ജില്ലയിൽ. നീലഗിരി ഗൂഡല്ലൂരിലെ റിസർവ് വനത്തിൽ ആൺകടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. കടുവയുടെ ജഡം കണ്ടെത്തിയത് വൈദ്യുത വേലിയിൽ കുടുങ്ങിയ നിലയിൽ. മുനമ്പം ഭൂപ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിച്ചു. തീരുമാനം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ. മുനമ്പത്തെ താമസക്കാർക്ക് ഭൂമിയിലെ അവകാശം സംബന്ധിച്ച് ആധികാരികത ഉറപ്പുവരുത്തുക മുഖ്യ വിഷയം. സാങ്കേതിക സർവകലാശാലയ്ക്ക് പുതിയ വൈസ് ചാൻസലർ. ഡോക്ടർ കെ ശിവപ്രസാദിന് VCയുടെ ചുമതല നൽകി ഗവർണർ. റിലീസ് ചെയ്ത സിനിമ തിയേറ്ററിൽ നിന്നും പിൻവലിച്ച് അണിയറ പ്രവർത്തകർ. ടർക്കിഷ് തർക്കം എന്ന സിനിമയാണ് പിൻവലിച്ചത്. മതവികാരം വ്രണപ്പെടുത്തിയെന്ന ആക്ഷേപത്തെ തുടർന്നാണ് തീരുമാനം. MG സർവകലാശാലയിൽ നിയമവിദ്യാർത്ഥികളുടെ നിരാഹാര സമരം. സ്കൂൾ ഓഫ് ലീഗൽ തോട്ടിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് പരീക്ഷകൾ കൃത്യസമയത്ത് നടത്താത്തതിനെ തുടർന്ന്. ക്യാമ്പസിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് പരീക്ഷ നിർത്തിവെച്ചതെന്ന് മാനേജ്മെന്റ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. നോൺ മെട്രോ നഗരങ്ങളിൽ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് കൂടുതൽ അന്താരാഷ്ട്ര സർവീസ് നടത്താൻ അവസരം നൽകുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര സർക്കാർ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തെരുവുനായ ആക്രമണം. 15 പേർക്ക് കടിയേറ്റു. വയനാട് MP പ്രിയങ്ക ഗാന്ധി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. നാളെ രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങളായി നമ്മൾ കേരള വിഷൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം എല്ലാവരും ഈ റിമോട്ടിൽ ചുവന്ന ബട്ടണിൽ അമർത്തി 24 കിട്ടുമോ ഷാജി പൊയ്കയിൽ കുറേ പൊയ്കയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ അന്നൊരു തമാശയ്ക്ക് പറഞ്ഞ ഈ പവർ ബട്ടണിൽ ഉയർത്തിയാൽ ഓഫായി പോകുന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. കേരള വിഷനിലെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ്, വരിക്കാർക്ക് വേണ്ടിയാണ്. അതിൽ കേരള വിഷനിൽ നിങ്ങൾ ഓൺ ചെയ്ത് കഴിയുന്ന സമയത്ത് മലയാളം ചാനൽ ഓൺ ചെയ്താൽ നിങ്ങളൊരു ചാനലെത്തും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബട്ടണിൽ അമർത്തിയാൽ ഈ ഓഡിയോ വോളിയം കൂട്ടുന്ന ബട്ടണോ അതല്ലെങ്കിൽ പവർ സ്വിച്ചോ അല്ലെങ്കിൽ ബട്ടണോ അല്ലെങ്കിൽ ഏത് ബട്ടണോ ഉയർത്തിയാലും നിങ്ങൾക്ക് 24 കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 24ൻ്റെ പരമ്പരയുടെ രണ്ടാം ഭാഗം, നിഗൂഢതകളുടെ തിരുട്ട് ഗ്രാമം. കുപ്രസിദ്ധി കൊണ്ട് രാജ്യത്ത് തന്നെ പേരെടുത്ത തസ്കര സംഘമാണ് തമിഴ്നാട്ടിലെ റാംജി നഗർ ഗാങ്. അതീവ സുരക്ഷ മറികടന്ന് ബിൽഗേറ്റ്സിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഗ്രീൻ കാർഡ് അടിച്ചു മാറ്റിയാണ് റാംജി നഗർ ഗാങ് രാജ്യാന്തര ശ്രദ്ധ നേടിയത്. ആ മോഷണം ഇന്ത്യയിലുണ്ടാക്കിയ രാഷ്ട്രീയ കൊള്ളക്കം ചെറുതല്ല. ആ റാംജി നഗർ ഗ്യാങ്ങിൻ്റെ മിൽ കോളനിയിൽ 24 സംഘം നടത്തിയ അതിസാഹസിക യാത്ര. ആ യാത്രയിലേക്ക് പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കുറുവാ സംഘത്തിന്റെ ഭീതി നിലനിൽക്കുമ്പോൾ കേരള പോലീസ് കുറുവാ സംഘത്തിന്റെ ഒളിസങ്കേതമെന്ന് കരുതുന്ന ട്രിച്ചിയിലെ റാംജി നഗർ കോളനിയിലേക്കാണ് 24 സംഘത്തിന്റെ യാത്ര. കേരള പോലീസും തമിഴ്നാട് പോലീസും യൂണിഫോം ഇട്ട് അകത്തേക്ക് കയറാൻ പേടിക്കുന്ന റാംജി നഗർ കോളനി. അവിടെ ചില കാഴ്ചകൾ കാണാനുണ്ട്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തസ്കര സംഘങ്ങൾ കേരളത്തിന്റെ ഉറക്കം കെടുത്തുകയാണ്. അതിൽ പ്രധാനികളാണ് റാംജി നഗർ ഗ്യാങ്. തൃച്ചി റാംജി നഗർ മിൽ കോളനിയിലെ തസ്കര സംഘം. പാൻ ഇന്ത്യൻ മോഷ്ടാക്കൾ ഗ്രാമത്തിലെത്തി മോഷണം മുതൽ തിരിച്ചുപിടിക്കാൻ പോലീസ് കുറച്ചു വിയർക്കും. അത്രയും ശക്തമാണ് റാംജി നഗറിലെ നിരീക്ഷണം. പോലീസുകാർ തന്നെ ഇത് സമ്മതിക്കുന്നു. അങ്ങോട്ടേക്കാണ് 24 സംഘം എത്തിയത്. പരിചയമില്ലാത്ത 2 പേർക്ക് കോളനിയിൽ എന്ത് കാര്യമെന്ന് ചോദ്യം. പിന്നാലെ ആളുകൂടി. ഒടുവിൽ കോളനിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും അടുത്ത ദിവസം പുലർച്ചെ 5 മണിക്ക് വീണ്ടും കോളനിയിലെത്തി. സാധാരണ ഗല്ലികളിൽ കാണുന്ന കാഴ്ചകളല്ല കണ്ടത്. ആഡംബരത്തിന്റെ പര്യായമായ ഒരു തിരുട്ടു ഗ്രാമം. കേരളത്തിൽ കുണ്ടിലും കുഴിയിലും ഒളിച്ചിരുന്ന് മോഷണം നടത്തുന്ന തിരുട്ടു ഗ്രാമത്തിലെ അംഗങ്ങൾ തമിഴ്നാട്ടിൽ നയിക്കുന്നത് രാജകീയ ജീവിതം. ഞങ്ങൾക്ക് പുറകിൽ കാണുന്ന ഈ ആഡംബര വീടുകളിലാണ് മോഷണമുതലുകൾ വിറ്റുകിട്ടിയ പണം കൊണ്ട് ആഡംബര ജീവിതം ഈ കള്ളന്മാർ നയിക്കുന്നത്. അംബാനിയുടെ മകന്റെ വിവാഹവേദിയിൽ നിന്ന് ലാപ്ടോപ്പ്, സാക്ഷാൽ ബിൽഗേറ്റ്സിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സ്യൂട്ട് കേസ്, കാസർഗോഡ് നിന്ന് 50 ലക്ഷം രൂപ. അങ്ങനെ രാജ്യവ്യാപകമായി നടത്തിയ മോഷണം മുതൽ കൊണ്ടാണ് ഈ വീടുകൾ കെട്ടിപ്പൊക്കിയത്. AC-യും കാറും സ്വർണവുമെല്ലാം ഇവിടെ ഭദ്രമായുണ്ട്. അറുന്നൂറ് കുടുംബങ്ങളാണ് തൃച്ചിക്കടുത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്നത്. 50-ലധികം മോഷ്ടാക്കൾ ഇതിലുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു. ബാക്കിയുള്ളവർ മറ്റു ജോലികളിലേക്ക് മാറി. നാട്ടിലെ പറ്റി ഇപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നാട്ടിലെ പറ്റി. പക്ഷേ അതും അപ്പോഴും അത് സത്യം പറഞ്ഞാൽ ഇവർ കുറുവാ സംഘമാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഈ തൃച്ചിയുള്ള തിരുട്ട് ഗ്രാമത്തിലുള്ളവർ ഈ കുറുവാ സംഘമാണെന്ന് അറിയില്ലായിരുന്നു. അതിപ്പോഴാണ് അറിയുന്നത്. ഈ പേര് ഇവിടെ ഇങ്ങനെ ടീംസ് ഉണ്ടെന്നറിയാം. സ്വന്തം നാട്ടിൽ നിന്ന് ഇവർ ഒരിക്കലും മോഷ്ടിക്കാറില്ല. അതുകൊണ്ട് തന്നെ അടുത്തുള്ള റാംജി നഗർ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസുകളുമില്ല. പക്ഷേ മുംബൈ, കർണാടക, കേരള പോലീസുകൾ എല്ലാ മാസവും ഇങ്ങോട്ടേക്കെത്തും തൊണ്ടിമുതലുകൾ പിടിച്ചെടുക്കാൻ. മോഷ്ടാക്കളുടെ ഗ്രാമമെന്ന ദുഷ്പേര് മാറ്റാനുള്ള ശ്രമത്തിലാണ് റാംജി നഗർ. പക്ഷേ ഒരു ദിവസം ഇരുട്ടി വെളുക്കുന്നത് പോലെ അതങ്ങനെ മാറുകയുമില്ല. ഇപ്പോഴുമുണ്ട് 50-ലധികം മോഷ്ടാക്കൾ ഈ ഗ്രാമത്തിൽ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മോഷണത്തിന് പോകുന്ന ഈ സംഘത്തെ തിരിച്ചറിഞ്ഞ് വിവരശേഖരണം നടത്താൻ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് കഴിയാതെ ഇരുന്നാൽ അത് നാട്ടുകാരുടെ ഉറക്കം ഇനിയും കെടുത്തും. വിഷ്ണു സുരേഷിനും അഭിജിത്തിനുമൊപ്പം എസ് ശ്യാംകുമാർ,
24 ട്രിച്ചി. നിരീക്ഷണത്തിന് എപ്പോഴും ആളുകളുള്ള തെരുവാണ് മിൽ കോളനിയിലേത്. പുറത്തുനിന്ന് ആര് ഗ്രാമത്തിലെത്തിയാലും അപ്പോൾ തന്നെ ആളുകൾ വാച്ച് ചെയ്യും, അവരെത്തിച്ചേരും. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടാൽ ജീവൻ തന്നെ ചിലപ്പോൾ അപകടത്തിലായെന്ന് വരും. ഞങ്ങളുടെ പ്രതിനിധികളെയും രാംജി നഗർ ഗ്യാങ് തടഞ്ഞു. തലനാരിഴയ്ക്കാണ് വിഷ്ണു സുരേഷും എസ് ശ്യാംകുമാറും ഉൾപ്പെടുന്ന 24 വാർത്താ സംഘം അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ നമ്മോട് പറയും. ശ്യാംകുമാറും വിഷ്ണു സുരേഷും തത്സമയം ചേരുന്നു. ഏത് സാഹചര്യത്തിലാണ് അവർ നിങ്ങളെ വളഞ്ഞത്? അപ്പോൾ ഏതാണ്ട് സമയം എത്ര മണിയാണ്? SKN ഏകദേശം വൈകിട്ടൊരു 6 മണിയോടുകൂടിയാണ് ഞങ്ങൾ ആ കോളനിയിലേക്ക് എത്തുന്നത്. ഇത് തന്നെയാണ് സ്ഥലമെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഒരു ശ്രമം എന്ന രീതിയിൽ പോയത്. അങ്ങോട്ടേക്ക് എത്തി ഈ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ നടക്കണം ഈ പ്രധാന കവാടത്തിലേക്ക് എത്തണമെങ്കിൽ, ഗ്രാമത്തിന് കവാടത്തിൽ. അവിടെ അങ്ങോട്ടേക്ക് നടക്കുന്ന സമയത്ത് തന്നെ ആളുകൾ എത്തി. അവർ ആദ്യം ചോദിച്ചത് നിങ്ങൾ പോലീസുകാരാണോ എന്നാണ്. പിന്നീട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്തിനാണ്, എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ആ പ്രദേശത്ത് നിന്ന് ഒന്നിൽ കൂടുതൽ ആളുകൾ, ആദ്യം ഒരാളാണ് ചോദ്യം ചെയ്തതെങ്കിൽ പിന്നീട് അത് 3, 4, 5 പേരായി വരുന്നു. നിങ്ങൾ എന്തിനാണ് വന്നത്, എങ്ങോട്ടേക്കാണ് പോക്ക് എന്നെല്ലാം ചോദിച്ചു. നമ്മൾ പറഞ്ഞു റൂം എടുക്കുന്നതിന് വേണ്ടി വന്നതാണ്, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെന്നൈക്ക് പോവുകയാണ്, അക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് അവിടെ നിന്ന് അവർ തന്നെ ഈ 500 മീറ്റർ നമ്മളോടൊപ്പം നടന്ന് മെയിൻ റോഡിലേക്ക് കൊണ്ടുനിന്ന് ആക്കുകയായിരുന്നു. ഇനി നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് നമ്മളെ അവിടെ നിന്ന് വിടുകയായിരുന്നു. പിന്നീട് അടുത്ത ദിവസമാണ് നമ്മൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാനായത്. SKN ഓക്കെ, നിങ്ങൾ പിറ്റേന്ന് വെളുപ്പിനാണോ അതിനകത്ത് കടന്നത്? SKN രാവിലെ 5 മണിയോടുകൂടി പിന്നീട് അന്ന് രാത്രി സത്യം പറഞ്ഞാൽ നമുക്കവിടെ പൂർണ്ണമായിട്ടും കയറാൻ പറ്റാത്തതിനെ തുടർന്ന് നമുക്ക് വലിയ വിഷമമുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം പുലർച്ചെ 5 മണിയോടുകൂടി നമ്മൾ അവിടെ എത്തി. നമ്മൾ 3 പേർ, ക്യാമറമാനും വിഷ്ണുവും ഞാനും, അഭിജിത്തായിരുന്നു നമ്മുടെ ക്യാമറ. 3 പേരും 3 വഴിയിലൂടെ ആ ഗ്രാമത്തിൻ്റെ വിഷ്വൽ എന്തായാലും പരമാവധി വേഗത്തിൽ എടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ അകത്തേക്ക് കയറുകയായിരുന്നു. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാമറമാൻ ഓടി വരുന്നത് കണ്ടു. കാരണം അവിടെ നിന്ന് പലരും നോക്കുന്നുണ്ട്, ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് അവൻ പറഞ്ഞു. തൊട്ടു പിന്നാലെ ഞാൻ ആ ഒരു വിഷ്വൽ എടുത്തുകൊണ്ടിരുന്ന വീടിൻ്റെ വാതിൽ തുറന്ന ഒരാൾ പുറത്തേക്ക് വരികയും ചെയ്തു. അവിടെ നിന്ന് പിന്നീട് ഞങ്ങൾ 3 പേരും വിഷ്ണുവും റോഡിലേക്ക് അപ്പോഴേക്ക് എത്തി. ഞങ്ങൾ 3 പേരും വളരെ വേഗത്തിൽ തന്നെ അവിടെ നീങ്ങുകയായിരുന്നു. മെയിൻ റോഡിലേക്ക് വരുമ്പോഴാണ് ഒരാൾ നമ്മുടെ ക്യാമറമാൻ്റെ മുന്നിലേക്ക് വന്ന് എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ച് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ഒരാൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അവിടെ നിന്ന് ഒരുവിധം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അപ്പുറത്ത് കടന്ന് നമ്മുടെ വണ്ടി നേരെ എതിർവശത്തായിരുന്നു, അവിടെ ചെന്ന് കയറി നമ്മൾ അവിടെ നിന്ന് നീങ്ങിയത്. പിന്നീടും പക്ഷേ അവിടെ നമ്മുടെ വാഹനത്തിൻ്റെ പുറകെ ഒരു ബൈക്കിലൊക്കെ ആയിട്ട് കുറച്ചധികം ദൂരം അവർ പിന്തുടരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പോയ ശേഷമാണ് നമ്മൾ ട്രിച്ചി ടൗണിലേക്ക് എത്തിയ ശേഷമാണ് ശരിക്കും നമ്മൾ സുരക്ഷിതരാണെന്നൊരു ബോധം നമുക്ക് പോലും ഉണ്ടായത്. SKN ഓക്കെ, യഥാർത്ഥത്തിൽ ഈ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾ കുറച്ച് അറിഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഇതൊരു തിരുട്ട് ഗ്രാമമാണ്. മാത്രമല്ല ദേശീയ തലത്തിലൊക്കെ ശ്രദ്ധ നേടി ബിൽഗേറ്റ്സിൻ്റെ സംഭവമൊക്കെ അടിച്ചു മാറ്റിയെന്ന് അറിഞ്ഞപ്പോൾ അത് നല്ല പ്രാധാന്യത്തോടെ വാർത്തകളൊക്കെ വരികയൊക്കെ ചെയ്തു. എങ്ങനെയാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു സ്വഭാവം? അവിടെ 600 കുടുംബങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിൽ എത്ര കുടുംബങ്ങൾ ഈ മോഷണം മുതൽ കൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട്? SKN ഇത് 936 അവിടെ ഒരു മില്ല്, ഒരു തുണിമില്ല് ആരംഭിച്ചിരുന്നു. അങ്ങോട്ടേക്ക് ജോലിക്ക് എത്തിയ ആളുകളാണ് ഈ കോളനിയിൽ താമസിക്കുന്നത്. അതിൽ അവരൊരു ആദ്യഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ 2 പേർ രാവിലെ ഈ മില്ലിൽ ജോലിക്ക് പോകും ഒരു കുടുംബത്തിലെ, ബാക്കിയുള്ള ആളുകൾ 2 പേർ രാവിലെ മോഷണത്തിനിറങ്ങും. ഇതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. പക്ഷേ പിന്നീട് ഇപ്പോഴത്തേക്ക് ഒരു 80-85 അല്ലെങ്കിൽ 90 എത്തുമ്പോൾ അവിടെയുള്ള ആളുകൾ ഈ ഗ്രാമത്തിൻ്റെ പേര് അല്ലെങ്കിൽ തിരുട്ട് ഗ്രാമം എന്ന പേരൊക്കെ വെളിയിൽ പ്രസിദ്ധപ്പെട്ടപ്പോൾ അവർ പരമാവധി മാറാനുള്ള ശ്രമം, പോലീസ് അടക്കം അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പോലീസുകാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന 50% ആളുകൾ ഇപ്പോഴും മോഷണത്തിൽ ഏർപ്പെടുന്നത്. ആക്റ്റീവ് കേസുകൾ അല്ലെങ്കിൽ ആക്റ്റീവ് മോഷ്ടാക്കളായ ഒരു 50 പേർ ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ വർഷം പോലും കേരളത്തിൽ നിന്ന് കേരള പോലീസ് അങ്ങോട്ടേക്ക് എത്തി ചില ആളുകളെ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് അംബാനിയുടെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ലാപ്ടോപ്പൊക്കെ അടിച്ച്, അതീവ സുരക്ഷാ മേഖലയാണ്, അവിടെ നിന്ന് ലാപ്ടോപ്പൊക്കെ അടിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയും കണ്ണിങ് ആയിട്ടുള്ള മോഷ്ടാക്കളാണ് അവിടെ ഉള്ളത്. അവരുടെ ജീവിതം ഈ വസ്തുക്കൾ വിറ്റുകൊണ്ട് നയിക്കുന്ന ആഡംബര ജീവിതം, അവിടെ വീടുകൾ 2 നിലയിൽ കുറഞ്ഞ വീടുകളൊക്കെ കാണുക വളരെ വിരളമാണ്. പോലീസ് തന്നെ അംഗീകരിക്കുന്നു അവർ ജീവിക്കുന്നത് വലിയ രാജകീയ പദവിയിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അങ്ങോട്ടേക്ക് പോലീസിന് പോലും ചെല്ലാൻ പറ്റാറില്ല. അവരുമായി ഒരു ഡീൽ ഉറപ്പിച്ച ശേഷമാണ് ഈ തൊണ്ടിമുതലൊക്കെ പിടിച്ചെടുക്കുക. അത് മുഴുവനായി റിക്കവർ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ രാജകീയ ജീവിതമാണ് ഇവർ ഈ മോഷണ മുതലുകൊണ്ട് നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN ഈ രാംജി നഗർ ഗ്യാങ്ങിനെ കുറിച്ച് നിങ്ങൾ ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പോലീസിനോടൊക്കെ പറയാതെയാണോ നിങ്ങൾ ഈ കോളനിക്ക് അകത്ത് പോയത്, എന്തിനാണ് ഇത്തരം സാഹസിക യാത്ര നടത്തുന്നത് എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പോലീസുകാരോട് നിങ്ങൾ സംസാരിച്ചോ?
എസ് കെ നമ്മൾ പോലീസുകാരോട് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒന്ന് സംസാരിച്ചിരുന്നു. നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ വൈകുന്നേരം 6 മണിക്ക് അവിടെ ചെന്ന ശേഷം പിന്നീട് നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ തപ്പിപ്പിടിച്ച് അവിടെ പോയി അവരോട് സംസാരിച്ചു. നിരുത്സാഹപ്പെടുത്താവുന്നതിൻ്റെ പരമാവധിയാണ് നമ്മളെ അവർ നിരുത്സാഹപ്പെടുത്തിയത്. ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത്, അത് അപകട മേഖലയാണ്, ഞങ്ങളുടെ സഹായം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ വന്ന് മോഷണം നടത്തുകയും അതിന് അവിടെ നിന്ന് പണവും സ്വർണവും ഒക്കെ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയിൽ അതെങ്ങനെയാണ് എന്നുള്ളത് അവരുടെ രീതി ഉൾപ്പെടെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ അവിടെ എത്തി നമുക്ക് സുരക്ഷിതമായി തന്നെ അവിടെ നിന്ന് ദൃശ്യങ്ങൾ പരത്തി നമ്മൾ അവിടെ നിന്ന് പോരുകയും ചെയ്തു. പിന്നീട് പോലീസിനോട് നമ്മളിത് പറയുമ്പോഴും അവർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ചെയ്തത് റിസ്ക് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. നേരത്തെ ഈ പോലീസുകാർ തന്നെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളവിടെ പോലീസുകാർക്ക് ഇവരെ പേടിയുള്ളതായിട്ട് തോന്നിയോ? പോലീസുകാർക്ക് നമ്മൾ സംസാരിച്ച പോലീസ്, അതായത് ഈ റാംജി നഗർ കോളനി ഇരിക്കുന്ന സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസുകാരാണ് നമ്മൾ സംസാരിച്ചത്. അവരുമായൊരു സൗഹൃദം എന്ന് പറയുന്ന രീതിയിൽ അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമമൊക്കെ ഈ പോലീസുകാർ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പോലീസുകാർക്കപ്പുറം നമ്മൾ പുറത്തു നിന്ന് വരുന്ന ആളുകളാണ്. അതുകൊണ്ട് പോലീസുകാരോട് അവർക്കുള്ളൊരു സൗഹൃദം നമ്മളോട് ഉണ്ടാകണമെന്നില്ല. പോലീസുകാർക്ക് അവരങ്ങനെ അത്ര ഭയമൊന്നുമില്ല. കാരണം പോലീസുകാർ ഒരു ഡീൽ ഉറപ്പിച്ച ശേഷമാണ് പല റിക്കവറികൾ നടത്തുന്നത്. ഈ തമിഴ്നാട് പോലീസാണ് ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പോലീസുകാർക്ക് ഈ ഗ്രാമത്തിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദവും അതല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കയറാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ പോലീസുകാർക്ക് അവരെ ഭയമുള്ളതായി തോന്നുന്നില്ല. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇവരെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. പലതവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പറ്റുന്നില്ല. പക്ഷേ കുറേ ആളുകളൊക്കെ, അതും കൂടി എടുത്തു പറയേണ്ടതാണ്, കുറേ ആളുകളൊക്കെ നല്ല ജോലികളൊക്കെ തേടി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴും ഈ തിരുട്ട് ഗ്രാമം എന്ന പേര് അവിടെ നിൽക്കുന്നു. 50-ലധികം കള്ളന്മാർ അവിടെ ഉണ്ട്. അടിക്കടി പോലീസും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പല പ്രധാനപ്പെട്ട മോഷണങ്ങൾ നടത്തിയ ശേഷം ഇവർ അവിടെ ഒളിക്കുന്നുണ്ട്. അതൊക്കെയാണ് ആ ഗ്രാമത്തിൻ്റെ പേര് ഇപ്പോഴും മാറ്റുന്നതിന് അല്ലെങ്കിൽ ഈ കുപ്രസിദ്ധി മാറാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. സ്കേൻ ഈ റാംജി നഗർ ഗ്യാങ്ങിലുള്ള ആളുകൾ, നമ്മൾ സാധാരണ അപരിചിതരായ ആൾക്കാർ ആരെങ്കിലും ഈ ഗ്രാമത്തിലേക്കോ കോളനിയിലേക്കോ കടന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ കണ്ടുപിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അഥവാ നമ്മൾ ഈ ഒരു വാർത്താ ചാനലിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നവരാണ് എന്ന് അവർക്ക് മനസ്സിലായാൽ അവർ കൈകാര്യം ചെയ്യുമോ? ഉറപ്പായിട്ടും എസ് കെ, അങ്ങനെ ഒരു സാധ്യത പോലും അവിടെ അവരുടെ മുന്നിലേക്ക് നമുക്ക് വെക്കാൻ പോലും പറ്റില്ല. കാരണം പോലീസുകാർ തന്നെ പിന്നീട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവിടെ മുൻകാലങ്ങളിലൊക്കെ പത്രപ്രവർത്തകരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ചെയ്യാനായിട്ട് അവിടെ ചെന്ന് കയറിയവരെ അവർ തന്നെ അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ക്യാമറയുമായിട്ടൊന്നും അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. അതിന് മറ്റു മാർഗ്ഗങ്ങളിലൂടെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ അവിടെ ശേഖരിച്ചത്. അത് മാത്രമല്ല ഈ കള്ളന്മാരെക്കുറിച്ച് പറയുമ്പോൾ പോലീസിന് 100 നാവാണ്. കാരണം മറ്റ് കുർവാ സംഘങ്ങളിൽപ്പെട്ട കള്ളന്മാരെ പോലെ അല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇവർ ഈ നമ്മളുടെ ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് മോഷണം നടത്തി അവിടെ നിന്ന് ആ മോഷ്ടിച്ച വസ്തുക്കൾ മാറ്റുന്ന ഒരു കള്ളന്മാരാണ്. അതിന് പുറമെ ഇവർ പോലീസുകാരുടെ, പട്ടാളക്കാരുടെ, ഡോക്ടർമാരുടെ ഒന്നും വീട്ടിൽ കയറി മോഷ്ടിക്കില്ല. കള്ളന്മാരാണെങ്കിലും എത്തിക്സ് ഉള്ളവരാണ്. അതിനപ്പുറത്തേക്ക് സ്ത്രീകളും ഗർഭിണികളായ സ്ത്രീകളുള്ളതും ചെറിയ കുട്ടികളുള്ളതുമായ വീടുകളിലൊന്നും മോഷ്ടിക്കില്ല. പകൽ സമയത്ത് മാത്രമേ ഈ സംഘം മോഷ്ടിക്കാൻ ഇറങ്ങിയുള്ളൂ, രാത്രിയിൽ മോഷ്ടിക്കില്ല. അതൊക്കെയാണ് ഈ റാംജി നഗർ ഗ്യാങ്ങിനെ തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട മാർഗം. പിന്നെ ഇവർ കത്തിയോ മറ്റോ ഉപയോഗിച്ച് ആരെയും ഉപദ്രവിക്കില്ല. രക്തം കാണുന്ന ഒരു പരിപാടിക്കും അവർ നിൽക്കില്ല. അവരുടെ ഒരു വിരുതാണ് ആളുകളെ കണ്ണു തെറ്റിച്ചുകൊണ്ട് മോഷ്ടിക്കുക. അത് അംബാനിയുടെ വീട്ടിലാണെങ്കിലും നടന്നത് തന്നെയാണ്. നമ്മളുടെ ബിൽഗേറ്റ്സിൻ്റെ സെക്രട്ടറിയുടെ ഗ്രീൻ കാർഡ് അടിച്ചുകൊണ്ട് പോകുമ്പോഴും നടന്നത് തന്നെയാണ്. കാസർഗോഡ് ATM-ൻ്റെ 50 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയപ്പോഴും നടന്നത് തന്നെയാണ്. വളരെ ബിരുദന്മാരാണ്, പക്ഷേ ആരെയും ഉപദ്രവിക്കില്ല. പോലീസിന് അതുകൊണ്ട് തന്നെ ആ കള്ളന്മാരെ കുറിച്ച് പറയുമ്പോൾ കുറച്ചൊരു കരുതലൊക്കെ ഉണ്ട്. എസ് കെ, ഒരു കാര്യം കൂടി, ഇപ്പോൾ കേരളത്തിലെ ഈ നമ്മുടെ നാടിൻ്റെ ഉറക്കം കെടുത്തിയ ഈ കുറുവ മോഷ്ടാക്കളിൽ ആരെങ്കിലും ഈ ഗ്രാമത്തിൽ ഉള്ളതായി നമുക്ക് സൂചന കിട്ടിയോ? എസ് ഈ ഗ്രാമത്തിൽ ആദ്യഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ, അതായത് ഈ ഒരു 1936-ലൊക്കെയാണ് അവിടെ ഈ ഗ്രാമം ഉണ്ടാകുന്നതിന് പേര് വരുന്നത് അങ്ങനെയാണ്. ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന മോഷ്ടാക്കൾ പലരും ഒരു 70-80 അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവർ പലരും മറ്റ് തിരുട്ട് ഗ്രാമങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അവർ ഈ കുറുവ സംഘങ്ങളിൽപ്പെട്ട ആളുകളാണ് എന്ന് പറയുന്നു. ഈ സന്തോഷിൻ്റെ അടക്കം കാര്യങ്ങൾ നമ്മൾ പോലീസുമായി സംസാരിച്ചിരുന്നു. ആ സന്തോഷിൻ്റെ സാന്നിധ്യം അവിടെ ഈ തമിഴ്നാട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവിടെ റാംജി നഗറുമായി ബന്ധപ്പെട്ട് ചില ബന്ധങ്ങളൊക്കെ സന്തോഷിനുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ കോളനിയിൽ നിന്ന് പുറത്തേക്ക്, അത് മറ്റ് തിരുട്ട് ഗ്രാമങ്ങളിലേക്ക് പോയ ആളുകൾക്ക് കുറുവ സംഘവുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവർ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നാണ്. പക്ഷേ റാംജി നഗർ ഗ്യാങ് എന്ന പേരിൽ നിലവിൽ അറിയപ്പെടുന്ന സംഘങ്ങൾ, അവർക്ക് ഈ കുറുവയുമായി അല്ലെങ്കിൽ കുറുവ സംഘവുമായി ബന്ധമില്ല. അവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി തന്നെ നേരത്തെ ശാന്തേട്ടൻ പറഞ്ഞാൽ അത് വേറൊരു മോഡസ് ഓപ്പറാൻഡിയാണ്. അത് പോലീസിനും അതോടൊപ്പം തന്നെ ഈ പാൻ ഇന്ത്യൻ മോഷ്ടാക്കളാണ്. ഇവർ ഒരു പ്രദേശത്ത് മാത്രമല്ല പാൻ ഇന്ത്യൻ മോഷ്ടാക്കളാണ്. അപ്പോൾ അവർ അത്ര
ഈ ആക്രമിച്ച് അങ്ങനെ മോഷ്ടിക്കുന്ന ആളുകളല്ല. പക്ഷേ ഒരു കാര്യം മോഷ്ടിക്കണമെന്ന് വിചാരിച്ചാൽ മോഷ്ടിച്ച് കൊണ്ടുപോകും. അവർക്ക് അക്രമ സ്വഭാവമില്ല എന്നുള്ളതാണ് രാംജി നഗർ ഗ്യാങ്ങിൻ്റെ പ്രത്യേകത. ഇവിടെ നിന്ന് ആളുകൾ മറ്റിടങ്ങളിലേക്ക് മറ്റ് തിരുട്ട് ഗ്രാമങ്ങളിലേക്ക് പോയി കുറുവ സംഘങ്ങളിൽ ചേർന്നിട്ടുണ്ട് എന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. എസ് കെ, നാളെ നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണ്? നാളെയാണ് എസ് കെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. കാരണം അത് അവരാണ് കേരളത്തിൽ വന്ന് ഈ കുഴപ്പങ്ങൾ മൊത്തം കാണിച്ച നമ്മളുടെ അതിർത്തി സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ. അവരുടെ വിശദാംശങ്ങളൊക്കെ കുറച്ച് ഭീകരമാണ്. അത് നാളെ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു പറയും. എസ് കെ, ഓക്കെ, നമ്മുടെ കുറുവയെ നാളെ കണ്ടെത്തും അല്ലേ? ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശ്യാംകുമാറും വിഷ്ണു സുരേഷുമാണ് അപകടം നിറഞ്ഞ ഈ ലോകത്തേക്ക് യാത്രയായത്. അവർ തീർച്ചയായിട്ടും സാഹസികമായ യാത്ര തന്നെയാണ്. ഈ കുറുവ മോഷ്ടാക്കൾ എന്ന പേരിൽ കേരളത്തിൽ നമ്മുടെ നാട്ടുകാരെ ഉറക്കം കെടുത്തുന്ന ആൾക്കാരുടെ പേരുകൾ തേടിയുള്ള ഒരു അന്വേഷണം അതാണ് അവർ നടത്തിയത്. എന്നാലും നാളെ കുറച്ചുകൂടി ഈ കുറുവ സംഘത്തിലുള്ള ചില ആൾക്കാർ താമസിക്കുന്ന ഇടങ്ങളിലൂടെയാണ് അവർ യാത്ര ചെയ്തത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട വാഹനത്തിന് തീയിട്ടു. പാലക്കാട് വാളയാർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട വാഹനത്തിന് സാമൂഹിക വിരുദ്ധർ തീയിട്ടു എന്ന വാർത്തയാണ്. 2 പിക്കപ്പ് വാനുകൾക്കാണ് തീയിട്ടത്. ഇനി വേറൊരു കാര്യം, ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പുനഃസംപ്രേഷണം നാളെ രാവിലെ 7:40 മോർണിംഗ് ഷോയിലുണ്ട്. ഈ പരമ്പരയുടെ 3-ാം ഭാഗം നാളെ രാത്രി 9:30 മണിക്കും സംപ്രേഷണം ചെയ്യും. ഇനി ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഞാൻ പറഞ്ഞ ഈ വാർത്തയില്ലേ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട വണ്ടിക്ക് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു എന്ന വാർത്ത, അതിലേക്ക് വരാം. പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട വാഹനങ്ങൾക്ക് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു എന്ന വാർത്ത. വാളയാർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട 2 പിക്കപ്പ് വാനുകൾക്കാണ് തീയിട്ടത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന്. നിഖിൽ, പരിപാടിയുള്ള പറയൂ. ഇത് സാമൂഹ്യ വിരുദ്ധർ ഒപ്പിച്ച പണിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ എന്തായാലും വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആരാണിത് തീയിട്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ വിശദമായി പരിശോധിച്ചു പോരുകയാണ്. 2 പിക്കപ്പ് വാനുകൾക്കാണ് ഇവർ തീയിട്ടത്. ദേശീയപാത 544 അടിപ്പാതയിൽ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഈ വാഹനങ്ങൾ. ആ വാഹനങ്ങൾക്കാണ് ഇപ്പോൾ തീയിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കഞ്ചിക്കോട് നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത്. എന്നാൽ ഈ 2 വാഹനങ്ങളും പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങൾ കത്തി തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് വളരെ വേഗത്തിൽ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചെങ്കിലും പൂർണ്ണമായി വാഹനങ്ങൾ കത്തിപ്പിടിക്കുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് സ്കൂളിൽ നിന്ന് വിഷപ്പാമ്പിനെ പിടികൂടി. ആനയാംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാൻറ്റീന് സമീപത്തു നിന്നാണ് വിഷപ്പാമ്പിനെ കണ്ടെത്തിയത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകുന്നു. സമീർ, വിശദാംശങ്ങൾ. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാൻറ്റീൻ സമീപത്തു നിന്നാണ് ഈ പാമ്പിനെ കണ്ടെത്തിയത്. വിറക് പൊരിയോട് ചേർന്ന് ഒരു വിഷപ്പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. അവിടെയുള്ള ക്യാൻറ്റീനിലെ ജീവനക്കാരിയാണ് ആദ്യം പാമ്പിനെ കണ്ടത്. തുടർന്ന് സ്കൂൾ അധികൃതരെയും അതുപോലെ തന്നെ വനം വകുപ്പിനെയും അറിയിച്ചു. തുടർന്നാണ് നാട്ടുകാരൻ കൂടിയായിട്ടുള്ള വനം വകുപ്പിലെ സ്നൈക്ക് റെസ്ക്യൂ ടീം അംഗം MV നസീർ അവിടെ എത്തുകയും അതിന്റെ സ്നേക്ക് റെസ്ക്യൂവിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുമായി തന്നെയാണ് അദ്ദേഹം എത്തിയത്. അങ്ങനെ ഈ വിഷപ്പാമ്പിനെ പിടികൂടുകയും ചെയ്തു. സ്കൂൾ കുട്ടികളെല്ലാം തന്നെ വന്നു തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് തന്നെ അതിനെ കണ്ടു എന്നത് കൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ വലിയ ഒരു അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഒരു ആശങ്കപ്പെടുത്തുന്ന സംഭവമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാർത്തകൾ, അറിയിപ്പുകൾ. കേരളം നാളെ ISL മത്സരം നടക്കുന്നതുകൊണ്ട് നാളെ കൊച്ചി മെട്രോ രാത്രി 11 മണി വരെ പ്രവർത്തിക്കും. ഈ വർഷത്തെ സൂര്യകാന്തി ഫെസ്റ്റിവലിന് നാളെ തൃശ്ശൂർ സംഗീതനാട അക്കാദമി റീജിയണൽ തിയേറ്ററിൽ തുടക്കമാകും. അറ്റകുറ്റപ്പണികൾക്കായി അടച്ച ചേപ്പാട് കായംകുളം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ലെവൽ ക്രോസ് നമ്പർ 135 നാളെ വൈകുന്നേരം 6 മണിക്ക് തുറക്കും. കോട്ടയം നീലിമംഗലം പേരൂർ റോഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട് നാളെ സംക്രാന്തി മുതൽ പൂവത്തുമൂട് വരെയുള്ള ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം. നമുക്ക് കാണാം വാൽകഷണം. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ BJPയിലുണ്ടായ അസ്വാരസ്യങ്ങൾ ചില്ലറയല്ല. തർക്കങ്ങൾ ചർച്ചയായതോടെ മാധ്യമപ്രവർത്തകർക്ക് കെ സുരേന്ദ്രൻ്റെ വക ഭീഷണിയും വന്നു. തോൽവിയെക്കുറിച്ച് പറഞ്ഞ ഭീഷണിയോ? അഫ്സലിൻ്റെ വാൽകഷണം. ഏതൊരു മനുഷ്യനും എന്തെങ്കിലും ഒരു കാര്യത്തിൽ തോറ്റാൽ ആ തോറ്റ കാര്യം ആരെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ അവരോട് ഭയങ്കര ദേഷ്യമായിരിക്കും. ഇത് നാട്ടുകാർ മുഴുവൻ ഈ തോറ്റ കാര്യം പറഞ്ഞ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കളിയാക്കുക. സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ ഈ തോറ്റേൻ്റെ കാര്യം മുഴുവനായിട്ട് ഒരാളുടെ തലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ ആയാൽ
പിന്നെ അവസാനത്തെ അടവ് മാധ്യമപ്രവർത്തകരെ 4 പറയാന്നുള്ള ഒരു ലൈനാണ്. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ, പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട്, അങ്ങാടി തോറ്റാൽ അമ്മനോട് എന്ന് പറഞ്ഞ പോലെ പാലക്കാട് തോറ്റേന് ഈ മാധ്യമപ്രവർത്തകരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറയട്ടെ, പറഞ്ഞോളി. 3-4 ദിവസമായിട്ട് പാർട്ടിക്കാർ നല്ലോണം പറയുന്നുണ്ടല്ലോ. ആ കലിപ്പ് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു തീർത്തോളി. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല. വേണ്ട, നിങ്ങളെ തോൽവിയുടെ ചർച്ച എവിടം വരെയായി? ആ ചർച്ചയൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? അത് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട, ഞങ്ങൾ ചർച്ച ചെയ്യും. കണ്ടോ, തോറ്റതിനെ കുറിച്ച് ചോദിച്ചാൽ ഇതാണ് ഇപ്പൊ അവസ്ഥ. അല്ല, തോറ്റത് ചർച്ച ചെയ്യാനും ആരും വരുന്നില്ലേ? ഇന്നത്തെ യോഗത്തിൽ 14 പേർ വന്നിട്ടില്ല. എല്ലാ യോഗങ്ങളിലും ഒരു 5% ആൾക്കാർ വരില്ല. അപ്പൊ പിന്നെ മുമ്പിൽ കണ്ടവരോടൊക്കെ ദേഷ്യം വരും. നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇതിലും മേലെ ഇനി എന്ത് കലിപ്പ് വരാനാണ്? മാധ്യമപ്രവർത്തകരൊക്കെ കൈകാര്യം ചെയ്യുന്നൊക്കെ അല്ലേ പറഞ്ഞേ? നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ, നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ തോൽക്കേണ്ടിയിരുന്നില്ല. വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ? മൂപ്പരായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ഒന്ന് സമാധാനിപ്പിക്കാൻ? ചേച്ചിയാണ് ഞാൻ, എനിക്ക് അകത്തേക്ക് പോകണം, വഴി തരിക. ശരി, ശോഭ ചേച്ചിനെ നാളത്തേക്ക് വിട്ടെ സുരേന്ദ്രേട്ടാ. ഇവിടെ ഇരിക്കാൻ നിങ്ങൾ സമ്മതിച്ചാൽ മതി. ശോഭ ചേച്ചിയെ മൂപ്പർക്ക് സമാധാനമായിട്ട് ഇരിക്കാനുള്ള എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു കൊടുക്കണേ. ആ പണിയാണ് ഇനി വരാൻ പോകുന്നത്. അല്ല, എന്ത് പണി വന്നാലും നിങ്ങൾക്കൊന്നും പ്രശ്നമില്ലല്ലോ. ആ കലിപ്പ് മൊത്തം നാട്ടുകാരെയും മാധ്യമപ്രവർത്തകരെയും നേരെയല്ലേ മൂപ്പര് തീർക്കണേ. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താൽ മതി. ചവറ് വാർത്തകളുമായിട്ടാണ് നിങ്ങൾ 3 ദിവസമായിട്ട് കയറി പോവുകയാണ്. ശിവരാജേട്ടാ, ഇതിപ്പോ എന്താ ചെയ്യാ? മൂപ്പരും തടി രക്ഷപ്പെടുത്തി. അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല. എന്നോട് കളിക്കാൻ ഏതെങ്കിലും നട്ടല്ലുള്ള ഇറങ്ങി വാ. തോറ്റ അന്ന് തന്നെ ഇതൊക്കെ മുരളിയേട്ടനോട് നമ്മൾ ചോദിച്ചാണ്. അപ്പൊ മൂപ്പരും എല്ലാതും പ്രസിഡന്റ് പറയുന്ന കൈ കഴുകി. ഇതിപ്പോ എല്ലാരും ഇങ്ങനെ മൂപ്പരെ തലമക്ക് വെച്ചാ ഇതിനൊക്കെ നമ്മളിപ്പോ എന്താ ചെയ്യാ? വി മുരളീധരനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അല്ല, ആ ബന്ധം എന്താണ് മുരളിയേട്ടാ? അതൊക്കെ പ്രസിഡന്റ് പറയും. കണ്ടോ, മൂപ്പർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു മൗനം പാലിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ തോൽവിക്ക് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ആരൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. ഈ വാൽകൃഷ്ണത്തിൻ്റെ ഈ എപ്പിസോഡോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഇനി പോലീസ് ഡയറിയാണ്. സുഹൈൽ മുഹമ്മദ് ചേർന്നു. ഗുഡ് നൈറ്റ്.